മാസ്മശോകേ മനഃകൃതാ. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ദുഃഖിച്ച് വന്നൂലോ, പോയൂലോ, മരിക്കൂലോ എന്നൊന്നും അങ്ങ് വിചാരിച്ച് മനസ്സിന് വ്യഥയേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാ വ്യാസദേവൻ അവിടെ എഴുന്നള്ളിയത്. യദി ചേച്ഛസി സംഗ്രാമേ ദ്രഷ്ടുമേതാൻ വിശാംപദേ ചക്ഷുർദദാനി തേ പുത്ര യുദ്ധം തത്ര നിശാമയ. യദി ചേച്ഛസി സംഗ്രാമേ ദ്രഷ്ടുമേതാൻ വിശാംപദേ ചക്ഷുർദദാനി തേ പുത്ര യുദ്ധം തത്ര നിശാമയ. തൻ്റെ മക്കളാണല്ലോ ഇതിൽ പ്രധാനമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ആ മക്കളൊക്കെ കണക്ക് നോക്കിയാൽ മരിക്കാനാ പോകുന്നത്. പാണ്ഡവപക്ഷത്തിലും ഉണ്ടാവും സമാനമായിട്ടുള്ള മരണം. നിങ്ങളുടെ ഭാഗത്ത് 11 അക്ഷൗഹിണി സേനയെ അല്പം വിട്ട് ബാക്കിയുള്ളവരൊക്കെ മരിക്കുമെങ്കിൽ അവരുടെ ഭാഗത്ത് 7 അക്ഷൗഹിണി അല്പം വിട്ടിട്ട് ബാക്കിയുള്ളവരും മരിക്കും. അങ്ങനെ അങ്ങയുടെ രക്തബന്ധമുള്ളവരാണ് ഈ യുദ്ധത്തിൽ മരിക്കാൻ പോണത്. അങ്ങനെ നിർണായകമായ ഒരു യുദ്ധമാണ്. ലോകത്തിൻ്റെ ഗതിയെപ്പോലും നിശ്ചയിക്കുന്നതാ. മനുഷ്യരാശിയിൽ ധർമ്മമാണോ വാഴേണ്ടത് അതോ അധർമ്മമോ? ഇവിടെ പാപികൾക്കാണോ പ്രാബല്യം അതോ പുണ്യശീലന്മാർക്കോ എന്ന വലിയ ഒരു ചോദ്യം ഇവിടെ നിശ്ചയിക്കാൻ പോവാണ്. അപ്പം എല്ലാം കൊണ്ടും നിസ്തുലമാണ് ഈ യുദ്ധം, അഭൂതപൂർവവുമാണ്. അപ്പം അതിൽ ഈ കണ്ട ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ അങ്ങയ്ക്ക് വേണ്ടപ്പെട്ടവർ ഇതിനിപ്പോൾ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരഭിപ്രായം ധൃതരാഷ്ട്രനുണ്ടോ? എന്നാൽ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ദിവ്യദർശനം ചക്ഷുസ് അങ്ങയ്ക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാസദേവൻ വന്നത്. ആലോചിച്ച് നോക്കൂ. ചക്ഷുർദദാനി തേ പുത്ര യുദ്ധം തത്ര നിശാമയ. ഞാൻ ദിവ്യമായിരിക്കുന്ന ഒരു പ്രത്യേക കണ്ണ് തരാം. സാധാരണ മാംസക്കണ്ണ് കുരുടമാണെങ്കിലും അങ്ങനെ അല്ലാത്തൊരു കണ്ണ് തരാം ഇത് കാണാൻ. എന്തു പറയണു എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. ധൃതരാഷ്ട്രൻ മറുപടി പറയാ, ന രോചയേജ്ഞാതിവധം ദ്രഷ്ടും ബ്രഹ്മർഷി സത്തമ യുദ്ധമേതത്വശേഷേണ ശൃണുയാം തവ തേജസ. ന രോചയേജ്ഞാതിവധം ദ്രഷ്ടും ബ്രഹ്മർഷി സത്തമ. നോക്കൂ, ഈ കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രൻ പറയുന്നതാണ് ന രോചയേജ്ഞാതിവധം ദ്രഷ്ടും. എൻ്റെ ജ്ഞാതികളാണല്ലോ ഇതിൽ മുഴുവൻ മരിക്കാൻ പോകുന്നത്, ബന്ധുക്കൾ. ആ ബന്ധുക്കളുടെ മരണം കാണുന്നത് സ്വല്പമെങ്കിലും എനിക്ക് മനസ്സിന് രുചി തോന്നുന്നില്ല. അല്ലേ ബ്രഹ്മർഷേ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഇത്ര നാളും എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? നമ്മുടെ രാജ്യം വിഭജിച്ചതും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പാണ്ഡവന്മാർ പോയതും അവിടെ അവർക്ക് വേണ്ടത്ര പ്രതാപങ്ങളും വിഭവങ്ങളും ഉണ്ടായതും ദുര്യോധന് അതിൽ അസൂയ തോന്നിയതും അവസാനം ചൂതുകളിക്ക് വേണ്ടി ക്ഷണിച്ചു. ആ നടന്നതൊക്കെ ഓരോരുത്തരും എന്നെ പറഞ്ഞു കേൾപ്പിക്കുക ചെയ്തത്. അതേമാതിരി ആരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടോളാം, എൻ്റെ കണ്ണുകൊണ്ട് കാണണ്ട. യുദ്ധമേതത്വശേഷേണ ശൃണുയാം തവ തേജസ. അങ്ങ് എനിക്ക് ദിവ്യചക്ഷുഷ് തരാം എന്ന് പറഞ്ഞുവല്ലോ. അപ്പം അങ്ങ് ഇതുപോലെ ഒരു ശക്തി വേറൊരാൾക്കും കൊടുക്കാൻ അങ്ങയ്ക്ക് പറ്റും. അപ്പം ആർക്കെങ്കിലും ഒരു പ്രത്യേക ശക്തിയോ അനുഗ്രഹമോ കൊടുത്ത് ആ ആൾ മുഖാന്തിരം പറഞ്ഞ് ഞാനിത് കേട്ടോളാം എന്നാണ് പറയുന്നത്. ധൃതരാഷ്ട്രൻ്റെ മനസ്സിലുള്ള ഇരിപ്പാണ്. യുദ്ധമേതത്വശേഷേണ ശൃണുയാം തവ തേജസ. അങ്ങ് എന്നോട് കാണിച്ച അനുഭാവത്തിന് എനിക്ക് വലിയ കൃതജ്ഞതയുണ്ട്. ഇങ്ങനെ തന്നെയാണ് അച്ഛൻ കുട്ടികളെ സമീപിക്കേണ്ടതും അവർക്ക് വേണ്ടത് കൊടുക്കേണ്ടതും. പക്ഷേ കാഴ്ച ഒഴിവാക്കുക, കേൾക്കൽ മാത്രം മതി, അതിനുള്ള സൗകര്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ വ്യാസദേവൻ എന്തു പറഞ്ഞു? ശരി, അങ്ങനെ ആയിക്കളയാം. അങ്ങയ്ക്ക് വിശ്വസ്തനായിരിക്കുന്ന ഒരാളുണ്ടല്ലോ, സഞ്ജയൻ, മിടുമിടുക്കനാ. കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഊഹിച്ച് മനസ്സിലാക്കാനും നടക്കുന്നതൊക്കെ വിവരിക്കാനും ഭംഗിയായിട്ട് പറഞ്ഞു തരാനും സാധിക്കും. ഒരു സംഗതി കാണുന്നതൊന്ന്, കേൾക്കുന്നതൊന്ന്, അത് മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് ഇനിയൊന്നാ. ആ വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് കേൾക്കുന്നവരിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാവേണ്ടത്, എന്തെല്ലാം മനസ്സിന് പരിണാമങ്ങൾ ഉണ്ടാവണോ, വൃദ്ധിയോ വികാസമോ, അതിനൊക്കെ പറ്റിയ തരത്തിൽ വേണം വിവരണം നടത്താൻ. അപ്പം വിവരണത്തിന് ഒരു കുശലത വേണം. അങ്ങനെ നല്ല വിവരണ കുശലനായിരിക്കുന്ന സഞ്ജയന് ഞാൻ പ്രത്യേകമായ ഒരു ശക്തി കൊടുത്ത് ആ ആളെ കൊണ്ട് ഒക്കെ വിവരിച്ച് അങ്ങയ്ക്ക് കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. എന്താ ശക്തി കൊടുക്കാൻ പോണേ? പ്രകാശം വാ അപ്രകാശം വാ ദിവാ വാ യതി വാ നിശി മനസാ ചിന്തിതമപി സർവം വേത്സ്യതി സഞ്ജയ. പ്രകാശം വാ അപ്രകാശം വാ ദിവാ വാ യതി വാ നിശി. യുദ്ധം കുറേ ദിവസം മുറക്കി നടക്കൂലോ. ആ നടക്കുന്ന സമയത്ത് കാലത്ത് തുടങ്ങി വൈകുന്നേരം സൂര്യാസ്തമനം വരെ പൊരിഞ്ഞ പോരാണ്. അത് വിശാലമായിരിക്കുന്ന ഒരു ഭൂമിയിൽ
18 അക്ഷൗഹിണി സേനയാണ് നിരന്നു നിൽക്കുന്നത്. ആരൊക്കെ എവിടെയൊക്കെയാ പൊരുതാൻ പോണത്? ആനപ്പടകൾ തമ്മിൽ പൊരുതും, കുതിരപ്പടകൾ തമ്മിൽ പൊരുതും, കാലാൾപ്പടകൾ തമ്മിൽ പൊരുതും. പലതരത്തിലുമുള്ള പൊരുതലാണ് ഇവിടെ നടക്കുന്നത്. ഇത് മുഴുവനും കണ്ടു മനസ്സിലാക്കാൻ ഉപായപ്പെട്ട ബുദ്ധിയും തൻ്റെടവും മനസ്സാന്നിധ്യവും ഒന്നും പോരാ. അതുമാത്രമല്ല, ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് നാളേക്ക് തയ്യാറെടുക്കാനുള്ള പരസ്പരമുള്ള ചർച്ചയും പരിഗണനയും കൂട്ടായ്മയും ഒക്കെ അവിടെ നടക്കും. അതൊക്കെ കണ്ടു മനസ്സിലാക്കി എല്ലാം വിശദമായി പറഞ്ഞു തരാൻ പറ്റിയ തരത്തിൽ സഞ്ജയനെ ഞാൻ ചട്ടം കെട്ടാം, സജ്ജമാക്കി തീർക്കാം. പ്രകാശം വാ അപ്രകാശം വാ ദിവാ വാ യതിവാനിശി. പ്രത്യക്ഷമായി കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിൽ ഈ പടക്കളത്തിൽ എന്തെല്ലാം നടക്കുന്നുവോ അല്ല, കാണാൻ പറ്റാത്ത തരത്തിൽ മറവിൽ എന്തെല്ലാം നടക്കുന്നുവോ അതും. ദിവാ വാ യതിവാനിശി. പകൽ അല്ലെങ്കിൽ രാത്രി. രാത്രി പെട്ടെന്ന് എല്ലാവരും കിടന്നുറങ്ങില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൂട്ട ചർച്ചയൊക്കെ നടത്തും. അടുത്ത ദിവസം വ്യൂഹം എന്താ ചമയ്ക്കേണ്ടത്, ഇങ്ങനെ പല ആലോചനകളും ഇരുപക്ഷത്തിലും നടക്കും. അതൊക്കെ കണ്ട് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു ശക്തി കൊടുക്കാം. മനസാ ചിന്തിതമപി. അല്ല, പലരും മനസ്സുകൊണ്ട് പലതും ചിന്തിക്കുന്നുണ്ടാവും. അവരുടെ മനസ്സിലിരിപ്പ് നമുക്ക് പുറത്തേക്ക് കാണില്ല. ഇന്ന തരത്തിൽ ഇന്ന ആളെ നമുക്ക് നേരിടണം എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ഇടുകയാണ്. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കുന്ന കാര്യങ്ങളെ സർവം വേത്സ്യതി സഞ്ജയ. ഈ സഞ്ജയന് ഈ നിമിഷം മുതൽക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയാണ് ഞാൻ കൊടുക്കാൻ പോണത്. നൈനം ശസ്ത്രാണി ഛേത്സ്യന്തി നൈനം വാധിഷ്യതേ ശ്രമഃ ഗാവൽഗണിരയം ജീവൻ യുദ്ധാദസ്മാത് വിമോക്ഷ്യതേ. ഈ സഞ്ജയന് ഈ മിനിറ്റ് മുതൽക്ക് ശസ്ത്രാണി നശ്ചേത്സ്യന്തി. ഒരു തരത്തിലും ശസ്ത്രം സഞ്ജയനെ വന്ന് ബാധിക്കില്ല. പല സ്ഥലത്തും സഞ്ജയന് നുഴഞ്ഞു പോകേണ്ടി വരും, കുനിഞ്ഞു കിടക്കേണ്ടി വരും, മുൻപ് പറയാതെ ചെന്നെത്തേണ്ടി വരും. അങ്ങനെയൊക്കെ പോകുമ്പോൾ തിരിച്ചും മറിച്ചും ശസ്ത്രം പൊരിഞ്ഞ പോരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുക. ഈ ശസ്ത്രങ്ങളൊന്നും ഈ സഞ്ജയൻ്റെ മേൽ തട്ടാൻ്റെ രക്ഷപ്പെട്ട് കഴിയണം. ഒരു തരത്തിലും ഓടി നടന്നിട്ട് എനിക്ക് ക്ഷീണമായി, അതുകൊണ്ട് ഉറക്കം വന്നു, അല്ലെങ്കിൽ വേഗം നടക്കാൻ പറ്റിയില്ല, ഉദ്ദേശമായിരി എത്തിയില്ല എന്നൊന്നും വരരുത്. അപ്പം ക്ലാന്തത സ്വല്പമെങ്കിലും വരില്ല. ഗാവൽഗണിരയം ഗവൽഗണപുത്രനായിരിക്കുന്ന ഈ സഞ്ജയനുണ്ടല്ലോ, ജീവൻ യുദ്ധാദസ്മാത് വിമോക്ഷ്യതേ. എങ്ങനെ വേണമെങ്കിൽ കുരുക്ഷേത്രത്തിൽ പോര് നടന്നോട്ടെ, എൻ്റെ ഈ സഞ്ജയന്, അങ്ങയ്ക്ക് പറഞ്ഞു തരാൻ പോകുന്ന സഞ്ജയന് ഒരു കോട്ടവും ഒരു കുറവും ഒരു ബാധയും വരില്ല. അഹം തു കീർത്തിമേതേഷാം കുരൂണാം ഭരതർഷഭ പാണ്ഡവാനാം ച സർവേഷാം പ്രഥയിഷ്യാമി മാ ശുചഃ. മകനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണല്ലോ. അപ്പം ആദ്യമായിട്ട് വൃത്താന്തം കേൾപ്പിക്കാം, കേൾപ്പിക്കുന്ന ആൾക്ക് വേണ്ട സുരക്ഷ നൽകാം, സർവ്വവിധ ഇൻഷുറൻസും കൊടുത്തു. ഇതൊക്കെ മനസ്സിൻ്റെ സങ്കല്പം കൊണ്ടും വൈഭവം കൊണ്ടും ഉണ്ടാക്കി തീർക്കുന്നതാണ്. പ്രീമിയം ഒക്കെ കൊടുത്തെടുത്തിട്ടുള്ള ഇൻഷുറൻസ് ഒന്നും അല്ലാതെ. അതുമാത്രമല്ല, ഒരു തരത്തിലും യുദ്ധത്തിലൊരു ബാധയുണ്ടാവില്ല. അങ്ങനെ ഒരാളെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിയോഗിക്കുന്നത്. ഇനി ഇതൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞു. ഇനി അങ്ങയ്ക്കൊരു വിചാരമുണ്ടാവും, അയ്യോ ഇത്രയും പ്രബലമായി പ്രശസ്തമായിരിക്കുന്ന കുരുവംശം, ആ കുരുവംശത്തിൻ്റെ മുടിവാണ് ഇവിടെ കാണാൻ പോകുന്നത്. അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞ് 5, 6, 8, 10 ആൾക്കാരെ ഇവിടെ ബാക്കി വരാൻ പോണുള്ളൂ. അപ്പോൾ ഇത്രയും പ്രബലവും പ്രഗത്ഭവുമായിരിക്കുന്ന ഒരു വംശം നശിച്ചു പോവാണ്. അപ്പോൾ ഇതിൻ്റെ യോഗ്യതയെപ്പറ്റി ആർക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? നശിക്കാനുള്ള കാരണം എന്താ, അതും ജനങ്ങളുടെ അറിവിന് വേണ്ടി മനസ്സിലാക്കണം. ഇപ്പം റോമൻ സാമ്രാജ്യമൊക്കെ ഒരു കാലത്ത് പ്രബലമായിരുന്നു, പിന്നെ ഒരു കാലത്തോ നാമാവശേഷമായി. എന്തുകൊണ്ട് നാമാവശേഷമാകുന്നു മനുഷ്യരാശി എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു ഭരണകൂടം തകരുമ്പോൾ തകർച്ചയ്ക്കുള്ള കാരണം ഭരണമൂല്യങ്ങൾ പരിത്യജിക്കുമ്പോഴാണ്. നമ്മുടെ ഇലക്ഷനിൽ മാറി മാറി ഓരോരുത്തർ ജയിക്കുന്നു. എന്താ അതിന് കാരണം? ജനങ്ങൾക്ക് തൃപ്തിയില്ല. മുൻ ഭരണം നന്നാവാത്തത് കൊണ്ടാണല്ലോ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്തവണ അടുത്തുണ്ടായ ഇലക്ഷനിൽ എന്താണ് സ്ഥിതി? അടിമുടി മാറിയിരിക്കുക, പിശാങ്കത്തിയുടെ അലകും പിടിയും മാറണ മാതിരിയാണ്. അപ്പം അതുപോലെ എന്താ അങ്ങനെ വന്നത്? ഓരോ പാർട്ടിക്കാർ പറയുകയാണ്, എന്താ ഞങ്ങൾക്ക് പരാജയമുണ്ടായതെന്ന് വിലയിരുത്തണം. വിലയിരുത്തിക്കോളൂ, ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. പരാജയപ്പെടാതെ ഇരിക്കാൻ എന്തു വേണം എന്നുള്ള ആലോചനയാണ് മുമ്പ് വേണ്ടത്. അപ്പോൾ ഈ വിലയിരുത്തൽ അപ്പം നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മൂല്യച്യുതി വരുമ്പോൾ ആ ച്യുതി കണ്ടുകൊണ്ടിരിക്കരുത്. ആ ച്യുതി ഉണ്ടാവുന്നു പോട്ടെ, നമുക്ക് 5 കൊല്ലം തിരഞ്ഞെടുത്തു, നമ്മുടെ കൊട്ട നിറച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് വന്നാൽ കാര്യം നടക്കില്ല.
5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തു, അതേമാതിരി അടുത്ത 5 കൊല്ലത്തേക്ക് നമുക്ക് തിരഞ്ഞെടുപ്പിൽ സ്ഥാനം കിട്ടണം. അതിൻ്റെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഭരണം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യണം. അവരോട് പറഞ്ഞു ധരിപ്പിക്കും വേണം. നിങ്ങൾ എപ്പോഴും മൂല്യവത്തായിട്ട് ചിന്തിക്കൂ, മൂല്യവത്തായി പ്രതിനിധികളെ തിരഞ്ഞെടുക്കൂ എന്ന് അവരോട് പറഞ്ഞ് സ്വയം മൂല്യവത്തായാലോ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇവിടെ പറയുകയാണ്, ഈ കുരുവംശത്തിന് വന്നിട്ടുള്ള ഗതികേടാണെങ്കിൽ ഗതികേട്, അതിൽ ചിലർ ജയിക്കുമല്ലോ. എന്തുകൊണ്ട് ജയിച്ചു, തോറ്റവരെന്തുകൊണ്ട് തോറ്റു, എവിടെയാണ് രണ്ടുപേരും തമ്മിൽ പിണക്കം വന്നത്? 2 സഹോദരന്മാരാണല്ലോ, ഒരേ കൂട്ടർ കൊണ്ടുവന്നവരാണ്. അവരെന്തിന് വേറിട്ടു? വേറിട്ടതിന് ശേഷവും ഒരു കൂട്ടരുടെ മനസ്സിൽ അസൂയയും അസഹിഷ്ണുതയും വല്ലാതെ ഉത്കടമായിരുന്നു. ആ ഉത്കടത്വമൊക്കെ പോകാനും എന്താ ചെയ്തത്, എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ അറിയത്തക്ക വിധത്തിൽ അദ്ദേഹം പറയാണ്, അഹം തു കീർത്തിമേതേഷാം കുരൂണാം ഭരതർഷഭ പാണ്ഡവാനാം ച സർവേഷാം പ്രഥയിഷ്യാമി മാ ശുചഃ. ഈ കുരുക്കളിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരെല്ലാം ഉണ്ടോ, പാണ്ഡവന്മാരാണെങ്കിൽ പാണ്ഡവർ, മറ്റുള്ളവരാണെങ്കിൽ മറ്റുള്ളവർ, അവരുടെയൊക്കെ കീർത്തി നിലനിൽക്കത്തക്ക വിധത്തിൽ ഞാൻ എന്തു വേണമോ അത് ചെയ്തോളാം. അങ്ങ് അതിനെപ്പറ്റി ഭയപ്പെടണ്ട. യുദ്ധം അതിൻ്റെ പാട്ടിൽ വരട്ടെ, അതിൻ്റെ ഗതി അതിൻ്റെ പാട്ടിൽ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങട്ടെ. അങ്ങയുടെ വംശത്തിനുള്ള ശരിയായ കീർത്തിക്ക് പാത്രമായിട്ടുള്ളവരെയൊക്കെ കീർത്തിമാന്മാരായി ഞാൻ എക്കാലവും വാഴിച്ചോളാം എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയണത്? തൻ്റെ കുടുംബചരിത്രമാണ് എഴുതുന്നത്. ആ കുടുംബത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും നിഷ്പക്ഷമതിയായി കണ്ട് അതിൽ ധൃതരാഷ്ട്രന് എല്ലാം പറഞ്ഞു കേൾക്കത്തക്ക വിധത്തിൽ ഒരു സഞ്ചയന ചട്ടം കെട്ടി നിർത്തി അവസാനം ഇവരുടെ കീർത്തിയും കൂടി ഞാൻ രേഖപ്പെടുത്തിക്കോളാം. കുരുവംശം മുടിഞ്ഞതെങ്ങനെ? ആരാണ് മുടിഞ്ഞത്? മുടിയാതെ ഇരുന്നത് ആരാ? അവർക്ക് എന്താണ് വിശേഷം? ഇത് മുഴുവനും ഞാൻ വേണ്ടതുപോലെ നിലനിർത്തിക്കോളാം എന്ന് പറഞ്ഞു അത്രേ. ദിഷ്ടമേതന്നരവ്യാഘ്ര നാഭിശോചിതുമർഹസി ന ചൈവ ശക്യം സംയന്തും യതോ ധർമ്മസ്തതോ ജയഃ. ദിഷ്ടമേതന്നരവ്യാഘ്ര നാഭിശോചിതുമർഹസി. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങയുടെ മക്കളെ ചൊല്ലിയാണ് എന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി സ്വല്പമെങ്കിലും ദുഃഖം അങ്ങയ്ക്ക് വേണ്ട. മുല കുടിക്കുന്ന കുട്ടികളല്ലല്ലോ, മടിയിലിരിക്കുന്നവരല്ലല്ലോ, ഒക്കെ മുതിർന്നവരല്ലേ. ഓരോ തവണയും അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ ദുര്യോധനെ, ഈ വൈരം ശരിയല്ല ശരിയല്ല ശരിയല്ല. കൃഷ്ണൻ ദൂത് പറയാൻ വന്നപ്പോഴും ഗാന്ധാരിയെ വിളിച്ച് സംസാരിപ്പിച്ചില്ലേ, അങ്ങ് സ്വയം പറഞ്ഞില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടും പ്രായപൂർത്തിയുള്ള ഒരു കുട്ടി കേൾക്കാൻ തയ്യാറില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? തോന്നിവാസത്തിനുള്ള ഭവിഷ്യത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ ആ അനനുസരണം കൊണ്ട് എന്തു വരുമോ ആ ഭവിഷ്യത്ത് നേരിടുന്നതല്ലേ അതിൽ ശ്ലാഘ്യം, അതല്ലേ ലോകത്തിന് നൽകാനുള്ള പാഠം. നിങ്ങൾ ആരെങ്കിലും ദുര്യോധനെ പോലെ ആയി എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നാശാണ് വരിക എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഞാൻ ശരിയാക്കിക്കോളാന്നാ പറയണേ വ്യാസൻ. അതേ സമയത്ത് ഉപദേശിക്കുന്നു, നാഭിശോചിതുമർഹസി. നമുക്ക് മക്കളെ കുട്ടികളൊക്കെ ഉണ്ടാവും, ഇല്ലാതെ ഇരിക്കില്ല. വിവാഹം കഴിക്കണം, മക്കളുണ്ടാവും, അങ്ങനെ വംശം നിലനിൽക്കുള്ളൂ. വിവാഹം കഴിക്കുന്നത് നിങ്ങളാണ്, മക്കൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഉണ്ടായ കുട്ടികളെ ഒരു വരയിൽ വരച്ച് അതിൽ തന്നെ നിർത്തണം എന്ന് പറഞ്ഞാൽ പറയണത് ശരിയല്ല. അവരവരുടെ തുറകളും അവരവരുടെ മാനങ്ങളും അവരവരുടെ മൂല്യങ്ങളും കണ്ട് ജീവിക്കണം. അപ്പോൾ കുട്ടികളെ പ്രസവിച്ച് വളർത്തി പ്രായപൂർത്തിയോടുകൂടി അങ്ങോട്ട് ആക്കി ലോകം അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന അമ്മയുടെ മടിത്തട്ടിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് അച്ഛനമ്മമാർ വേണ്ടത്. അയ്യോ എൻ്റെ മോൻ ഇങ്ങനെ ആയില്ലോ, എൻ്റെ മകൾ ഇങ്ങനെ ആയില്ലോ എന്നുള്ള അനുശോചനമൊന്നും ആവശ്യമില്ല. എല്ലാവരും ഇവിടെ ജനിച്ചിട്ടുള്ളത്, മനുഷ്യരാശി പ്രത്യേകിച്ചും അഡൽട്ടായി പ്രായപൂർത്തി വന്ന് ജീവിക്കാനാണ്. പ്രായപൂർത്തി വന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ അഭിലാഷങ്ങളും ആവശ്യങ്ങളും ഉത്സാഹങ്ങളും ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും ഉണ്ടാവും. അത് നല്ലതാണെങ്കിൽ അവരെ നല്ല നിലയ്ക്ക് നയിക്കും, മോശമാണെങ്കിലോ അവർ നശിച്ചു പോവും. അതിൽ അച്ഛനമ്മമാർ മനസ്സ് വെന്തിട്ട് ഒരാവശ്യമില്ല, വേവണതിൽ കാര്യമില്ല. അതുകൊണ്ട് നാഭിശോചിതുമർഹസി ന ചൈവ ശക്യം സംയന്തും യതോ ധർമ്മസ്തതോ ജയഃ. ദുര്യോധനന്റെ ഈ ദുർഗതി ഉണ്ടല്ലോ, അത് തടയാൻ അങ്ങും ഭീഷ്മനും ദ്രോണരും കൃപാചാര്യനും എല്ലാവരും സഹായിച്ചിട്ടും എന്താ പറഞ്ഞത്? സൂചി കുത്താനുള്ള പഴുതുപോലും ഞാൻ പാണ്ഡവർക്ക് കൊടുക്കില്ല. എൻ്റെ കയ്യിലുള്ള രാജ്യം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് മേടിച്ചോട്ടെ. നിങ്ങൾ ആരും അതിന് സമ്മതക്കാരായിരുന്നില്ല. എന്നിട്ടും ആ മനുഷ്യൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതാ. അപ്പൊ ഈ പോക്ക് നിയന്ത്രിക്കാൻ അങ്ങക്ക് സാധിക്കില്ല.
എന്നാൽ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിയുണ്ട് അവിടെ. ആ ശക്തി എന്താ? അത് ദൃശ്യമല്ല. കുറേശ്ശെ ആയിട്ട് ഇത് പ്രകടമാവുമ്പോൾ ദൃശ്യമാവും. യതോ ധർമ്മ തതോ ജയ. യുദ്ധം അതിൻ്റെ പാട്ടിൽ നടന്നോട്ടെ, പൊരുതട്ടെ, അവൻ ഇഷ്ടം പോലെ പൊരുതട്ടെ. ധർമ്മമാണ് ഇതിൻ്റെ ഗതി നയിക്കാൻ പോകുന്നത്. അവർ വന്നു കൂടിയിട്ടുള്ളതോ ധർമ്മക്ഷേത്രം എന്ന കുരുക്ഷേത്രത്തിലാണ്. യതോ ധർമ്മ തതോ ജയ. പാണ്ഡവന്മാരുടെ പക്ഷത്തിലാണ് ധർമ്മമെങ്കിൽ അവർ ജയിക്കും. അല്ല, ദുര്യോധനന്റെ പക്ഷത്തിലാണെങ്കിലോ ദുര്യോധനൻ ജയിക്കും. നിഷ്പക്ഷമതിയായി അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അങ്ങനെ പങ്കാളിയായിരിക്കുക മാത്രമേ വേണ്ടൂ എന്ന് പറയുന്നു വേദവ്യാസൻ. ഇഹ യുദ്ധേ മഹാരാജ ഭവിഷ്യതി മഹാൻ ക്ഷയ തഥേഹ ച നിമിത്താനി ഭയദാന്യുപലക്ഷയേ. ഇഹ യുദ്ധേ മഹാരാജ ഭവിഷ്യതി മഹാൻ ക്ഷയ. കുറച്ച് യുദ്ധം ചെയ്തു. എന്നിട്ട് ദുര്യോധനന് തോന്നി, എന്ത്, ഇത് ശരിയല്ല. എൻ്റെ സൈന്യം 1.5 ഇരട്ടി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ മരിച്ച് അങ്ങോട്ട് വീഴുക. ഭീഷ്മനുണ്ട് എൻ്റെ പക്ഷത്തിൽ, ദ്രോണനുണ്ട്, കർണനുണ്ട്, ശല്യനുണ്ട്, കൃപനുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിലും നാശം ഇങ്ങനെ പെറു എന്ന് വീഴുക ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റൊക്കെ സമ്മതിച്ച് ഇനിയെങ്കിലും യുദ്ധം നിർത്തിവെക്കാം എന്ന് പറയാൻ ദുര്യോധനന് തോന്നിയാലോ? ഒരു വിരോധവും ഇല്ല. അങ്ങനെ തോന്നാൻ പോകുന്നില്ല ദുര്യോധനന്. അവസാനം താൻ മാത്രം ബാക്കിയായാലും ആ ദുര്യോധനന്റെ മനസ്സ് പിന്നെയും ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി അട്ടഹസിച്ച് നിൽക്കാനാ പോകുന്നത്. അതാണ് അവൻ്റെ പ്രകൃതി വിശേഷം. ഇഹ യുദ്ധേ മഹാരാജ ഭവിഷ്യതി മഹാൻ ക്ഷയ. ഉപായപ്പെട്ട നാശമൊന്നുമല്ല, വലിയ കൊളോസൽ നാശമാണ് വരാൻ പോകുന്നത്. തഥേഹ ച നിമിത്താനി ഭയദാന്യുപലക്ഷയേ. അതിന് പറ്റിയ ദുർലക്ഷണങ്ങളാണ് ഞാൻ നോക്കുമ്പോൾ 4 ഭാഗത്തുമുള്ളത്. എന്തൊക്കെയാ ദുർലക്ഷണങ്ങൾ? ദുര്യോധനൻ ജനിച്ചപ്പോൾ തന്നെ കഴുതയെപ്പോലെ കരഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ട് ബാക്കിയുള്ള കഴുതുകളും അതേമാതിരി വിലപിച്ചു. കൂട്ടത്തിൽ കുറുക്കന്മാരും ബാക്കി എല്ലാവരും അതേമാതിരി പല ദുർലക്ഷണങ്ങളുമാണ് കാണുന്നത്, കേൾക്കുന്നത്. ഏതശ്രുത്വാ ഭവാനത്ര പ്രാപ്തകാലം വ്യവസ്യതാം യഥാലോകഃ സമുച്ഛേദം നായം ഗച്ഛേത ഭാരത. ഞാൻ ഈ പറയണത് മുഴുവൻ കേട്ടുല്ലോ. അങ്ങക്ക് കാണാൻ പറ്റില്ല, ഞാൻ കാണുന്നുണ്ട്. ദുർലക്ഷണങ്ങൾ ഇതാ കണ്ണിൻ്റെ മുൻപിൽ 4 ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ കേട്ടിട്ട് വലിയ നാശമാണ് വരാൻ പോണത് എന്ന് മനസ്സിലാക്കി, ഇത് വെറും ഹസ്തിനപുരത്തിൻ്റെ ഒരു നാശമല്ല, ലോകത്തിൻ്റെ മുഴുവൻ നാശമാണ്. അത് വരാതെ ഇരിക്കണമെങ്കിൽ ഇപ്പോഴും അങ്ങക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. മനുഷ്യന് അവസാനത്തെ നിമിഷത്തിൽ പോലും പാപം വിടാനും പുണ്യം നേടാനും സാധിക്കും. തെറ്റായ ഒരു പഥത്തിൽ പിടിച്ചു നിൽക്കുക, പിടിവാശിയോടുകൂടി അതൊന്ന്, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തെറ്റാണെന്ന് പറഞ്ഞ് പിൻവാങ്ങുക. അതിനുള്ള ചാൻസ്, സ്കോപ്പ്, സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന്. പിതുർവചോ നിശമ്യൈതത് ധൃതരാഷ്ട്രോ അബ്രവീദിതം ദിഷ്ടമേതത് പുരാമന്യേ ഭവിഷ്യതി നരക്ഷയഃ രാജാനഃ ക്ഷത്രധർമ്മേണ യദി വധ്യന്തി സംയുഗേ വീരലോകം സമാസാദ്യ സുഖം പ്രാപ്സ്യന്തി കേവലം. കേട്ടോളൂ പ്രേക്ഷകരെ. ഇത്രയും പറഞ്ഞതിന് ശേഷവും ആ ധൃതരാഷ്ട്ര മനസ്സിൽ ഉള്ള വിചാരം എന്താ? പിതുർവചോ നിശമ്യൈതത് ധൃതരാഷ്ട്രോ അബ്രവീദിതം. അച്ഛൻ അടുത്ത് വന്ന് വളരെ വാത്സല്യത്തോടു കൂടി പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം ആ ധൃതരാഷ്ട്രൻ പറഞ്ഞത് ഇങ്ങനെയാണത്രേ: ദിഷ്ടമേതത് പുരാമന്യേ ഭവിഷ്യതി നരക്ഷയഃ. ഇത് ദിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ കയ്യിലില്ലാത്തത് ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. ലോകത്തിൽ മനുഷ്യരാശിയിൽ നടക്കുന്നത് മുഴുവനും എന്താ? ദൈവം പകുതി താൻ പകുതി എന്നൊരു പറച്ചിലുണ്ട്. അത് ശരി തന്നെയാ, പറച്ചിൽ മാത്രമല്ല. അപ്പൊ ഈ നടക്കാൻ പോകുന്നത് മുഴുവൻ ദിഷ്ടമേതത്, എനിക്ക് മുൻകൂട്ടി അറിയാം. എനിക്കൊരു ദുഷ്ടപുത്രനുണ്ടായി, ആ സമയത്തും കഴുതിയെ പോലെ കരഞ്ഞു, ബാക്കിയുള്ള കഴുതുകളും കുറുക്കനും കരഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ദുര്യോധനൻ കെടുതി വരുത്തി വെക്കുന്നവനാണെന്ന്. അപ്പൊ ഇതൊക്കെ ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചത്? ആ ഒരു കുട്ടിക്ക് എന്നെ പിതാവാക്കിയതാരാ? നിയതിയാണ് പിതാവാക്കിയത്. ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവണം എന്നൊരു തോന്നലുണ്ടാവുമോ? ഉണ്ടാവില്ല. എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടായ കുട്ടി അങ്ങനെ ആയിപ്പോയി. അപ്പൊ പ്രകൃതിയുടെ ഹസ്തങ്ങളിലാണ് ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെല്ലാം നിൽക്കുന്നത്. ദിഷ്ടമേതത് പുരാമന്യേ ഭവിഷ്യതി നരക്ഷയഃ.
രാജാനഃ ക്ഷത്രധർമ്മേണ യതി വധ്യന്തി സംയുഗേ. എനിക്കിതെല്ലാം കൂടിയിട്ടുള്ള ഒരു സമാധാനം എന്താ? ഇവിടെ യുദ്ധം ചെയ്യാൻ പോകുന്നത് രാജാക്കന്മാരും ക്ഷത്രിയന്മാരും പടയാളികളും തമ്മിലാണ്. അവിടെ സാധാരണ നാഗരികന്മാരോ പൗരന്മാരോ ഒന്നുമില്ല. ചെറുപ്പം മുതൽക്ക് തന്നെ യുദ്ധം പയറ്റി 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 പടയാളികളായി ശത്രുക്കളോട് പൊരുതാൻ വേണ്ടിയിട്ടുള്ള പഠിപ്പും സംസ്കാരവും പാരമ്പര്യവും പ്രൗഢിയോടും കൂടി ജനിച്ചവരായ ഇവർ മുഴുവനും. അവരാണ് ഇപ്പോൾ ഞാൻ കാണുന്നില്ലെങ്കിലും കുരുക്ഷേത്രം മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. ഹസ്തിനപുരത്തിലുള്ള സേന ഒരു നിലയ്ക്ക് പരിമിതമാണ്. ജംബൂദ്വീപിലുള്ള സേനകൾ മുഴുവൻ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. എന്താ അവരിവിടെ വരാൻ കാരണം? നമ്മളൊരു യുദ്ധത്തിൽ അവർ പങ്കെടുക്കേണ്ട കാര്യം എന്താ? അവർക്കുമുണ്ട് യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു പ്രവണത, ഒരു തള്ളിച്ച, ഒരു ആച്ചിലുണ്ട്. അപ്പം അത് മനുഷ്യ പ്രകൃതിയിലുള്ളതാണ് ഈ പൊരുതാനുള്ള ഒരു വാഞ്ച. ആ വാഞ്ചയെ മുൻനിർത്തിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. ആ വന്നത് എന്തിനാ? മടങ്ങിപ്പോവാനല്ല. അവിടെ പൊരുതണം. പൊരുതിയിട്ട് ഒന്നുകിൽ ശത്രുക്കളാൽ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ ശത്രുക്കളെ കൊല്ലണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ക്ഷത്രിയന്മാർക്ക് എന്താ നമ്മുടെ ശാസ്ത്രവും പാരമ്പര്യവും പറയുന്നത്? വീരലോകം സമാസാദ്യ സുഖം പ്രാപ്സ്യന്തി കേവലം. അവർക്ക് വീരമൃത്യു വരിച്ചാൽ അവർക്ക് പ്രത്യേകം റിസർവ് ചെയ്ത് വച്ചിട്ടുള്ള ഒരു ലോകമുണ്ട്, സ്വർഗം. ആ സ്വർഗം അവർക്ക് കിട്ടും. അവിടെ ചെന്നാലോ പരമസുഖമാണ്. ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് ക്ഷത്രിയ ജന്മം, അല്ലാണ്ട് വീട്ടിൽ അലസന്മാരായിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇഹ കീർത്തിം പരേ ലോകേ ദീർഘകാലം മഹത്സുഖം പ്രാപ്സ്യന്തി പുരുഷവ്യാഘ്രാഹ പ്രാണാം സ്ത്യക്ത്വാ മഹാഹവേ. ധൃതരാഷ്ട്രന്റെ സമാധാനാണ്. ഇഹ കീർത്തിം പരേ ലോകേ ദീർഘകാലം മഹത്സുഖം. ഇഹ കീർത്തിം പരേ ലോകേ. ദാ ആ കുട്ടികളുണ്ടല്ലോ, നല്ല ചുണക്കുട്ടന്മാരാ. മഹാഭാരത യുദ്ധം നടക്കാൻ പോണു, നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല മരിക്കാൻ എന്നൊരാളും പറഞ്ഞ് പിന്മാറിയില്ല. ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് മാറും മുഖവുമായിട്ട് എല്ലാവരും പടക്കോപ്പോട് കൂടി വരിക ചെയ്തത്. അപ്പം നല്ല ചുണയുള്ള ക്ഷത്രിയന്മാരാവൾ. ആ ചുണയുള്ള ക്ഷത്രിയന്മാരെ ലോകത്തിലെ എല്ലാവരും എന്നും കീർത്തിക്കും. ഇഹ കീർത്തിം പരേ ലോകേ ദീർഘകാലം മഹത്സുഖം. ഇതിപ്പോൾ എത്ര ദിവസമാണ് ഇവിടെ പടപൊരുതാൻ പോണത്? 18 ദിവസം. അത് ക്ഷിപ്രകാല, ചുരുങ്ങിയ കാലമാണ്. ആ ചുരുങ്ങിയ കാലത്ത് നല്ല ചൊടിയോടുകൂടി, തീവ്രതയോടുകൂടി, ഉത്സാഹത്തിമിർപ്പോടുകൂടി അവർ പടപൊരുതും. അത് കഴിഞ്ഞാലോ ദീർഘകാലം പരേ ലോകേ മഹത്സുഖം. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ അവർക്ക് പരമസുഖമായി. എണ്ണി ഒടുക്കാൻ പറ്റില്ല, അത്രയും കാലം വീരസ്വർഗത്തിലാണ്. പ്രാപ്സ്യന്തി പുരുഷവ്യാഘ്രാഹ പ്രാണാം സ്ത്യക്ത്വാ മഹാഹവേ. ഇതുപോലെയുള്ള ഒരു മഹാഭാരത യുദ്ധം ഭീഷ്മദ്രോണ പ്രഭൃതികൾ പങ്കെടുക്കുന്നത്, മറുഭാഗത്ത് ധർമ്മപുത്രനായ യുധിഷ്ഠിരനും സഹോദരന്മാരും കൂട്ടത്തിൽ കൃഷ്ണനുമുണ്ട്. ഇതേമാതിരി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ എപ്പോഴാണ് അവസരം കിട്ടുക? ഇവരൊക്കെ ഭാഗ്യവാന്മാരാണ്, പുരുഷ കേസരികളാണ്, പുരുഷ സിംഹങ്ങളാണ്, പുരുഷ വ്യാഘ്രങ്ങളാണ്. പ്രാണാം സ്ത്യക്ത്വാ മഹാഹവേ. ഇവിടെ വന്ന് പ്രാണനങ്ങോട്ട് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം വരിക്കുക എന്നാണ് അർത്ഥം. വ്യാസൻ ഇത് കേട്ടിട്ട് ധൃതരാഷ്ട്രോട് പറയുകയാണ്, സമുഹൂർത്തം തഥാധ്യാത്വ പുനരേവാബ്രവീദ്വചഃ. ഓഹോ, ഇങ്ങനെയാ നമ്മുടെ മകൻ്റെ അവതരണം. കണ്ണടച്ചങ്ങോട്ട് ഇരുന്നു അത്രേ കുറച്ചു നേരം. ആര്? വ്യാസദേവൻ. സമുഹൂർത്തം തഥാധ്യാത്വ പുനരേവാബ്രവീദ്വചഃ ജ്ഞാതീനാം വൈ കുരൂണാം ച സംബന്ധി സുഹൃദാം തഥാ ധർമ്മ്യം ദേശയ പന്ഥാനം സമർത്ഥോ ഹ്യസിവാരണേ ക്ഷുദ്രം ജ്ഞാതിവധം പ്രാഹു മാ കുരുഷ്വ മമാപ്രിയം. നോക്കൂ, ആ ലാസ്റ്റ് മിനിറ്റിലും കൂടി നടക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മൾക്ക് പലർക്കും അഭിപ്രായം ഉണ്ടാവും. ഒരാൾക്ക് സൂക്കേട് പിടിച്ച് കിടക്കുന്ന സമയത്ത് ചികിത്സിക്കാൻ തുടങ്ങി. ആർക്കും അറിയില്ല രോഗി രക്ഷപ്പെടും. ആശയോടുകൂടി പുറപ്പെട്ടു. എത്രയും വിലപിടിച്ച മരുന്നുകൾ പ്രയോഗിച്ചു. നല്ല ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറയണു, ഞങ്ങൾ ഇതുപോലെയുള്ള രോഗം കണ്ടിട്ടില്ല, ചികിത്സിക്കാം, ആള് ചെറുപ്പാണ്, ഇതാ നടക്കട്ടെ എന്ന് പറഞ്ഞ് പരിശ്രമിച്ച് അവസാനം ഒരു മരുന്നും ഫലിച്ചില്ല, അങ്ങോട്ട് പോവുക. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അങ്ങനെ അറിഞ്ഞാലും എന്തിനാ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ പരിശ്രമിക്കുന്നത് രോഗം മാറ്റാൻ?
അപ്പം അതുപോലെ ഇവിടെ വരാൻ പോകുന്ന ഒരു രോഗം, അത് ഒരു ശരീരത്തിലുള്ള രോഗം, സുഖക്കേട്, ഇവിടെ മരണമാണ്, യുദ്ധം കൊണ്ടുള്ള മരണമാണ്, കൂട്ടമരണം. അത് വരുന്നതിന് മുൻപ് അവസാനത്തെ നിമിഷം വരെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ബന്ധപ്പെട്ടവരിൽ എല്ലാവരിലും ഉണ്ടാകണം. വ്യാസദേവനാണല്ലോ ഇത് നമുക്ക് എഴുതി തരുന്നത്. ആ വ്യാസദേവൻ്റെ വംശചരിത്രമാണ്. അപ്പം അദ്ദേഹം മിണ്ടാതെയിരുന്നോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കും മനുഷ്യർ. അദ്ദേഹം ത്രികാലജ്ഞന, അതുകൊണ്ട് എല്ലാവരും മരിക്കുന്നു പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. അത് മനുഷ്യധർമ്മമായില്ല. അതാണ് മകൻ്റെ അടുത്ത് ചെന്ന് അവസാനത്തെ നിമിഷം പോലും ഇത് ഒഴിവാക്കണം, അതിനുള്ള ശക്തിയുണ്ട്, സ്ഥാനമുണ്ട്, യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത്. ധർമ്മ്യം ദേശയ പന്ഥാനം സമർത്ഥോ ഹ്യസിവാരണേ. ഈ അന്തിമ നിമിഷത്തിൽ പോലും ധൃതരാഷ്ട്ര രാജാവിന് ഇത് തടുക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനുള്ള അർഹതയുണ്ട്, സ്ഥാനമുണ്ട്. അത് പറഞ്ഞു, അങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റിച്ചു പോവാൻ അവിടെ ഒരാളുമില്ല. ധർമ്മ്യം ദേശയ പന്ഥാനം സമർത്ഥോഹ്യസിവാരണേ. ഈ യുദ്ധം തടുക്കാൻ അങ്ങയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ധർമ്മ്യമായ കാര്യങ്ങൾ, ധർമാനുസാരമായ കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞു കൊടുക്കൂ. ക്ഷുദ്രം ജ്ഞാതിവധം പ്രാഹു. ജ്ഞാതികൾ തമ്മിൽ പടപൊരുതി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിക്ഷുദ്രമാണത്, നികൃഷ്ടമാണ്, നീചമാണ്. ക്ഷുദ്രം ജ്ഞാതിവധം പ്രാഹു മാ കുരുഷ്വ മമ അപ്രിയം. മാ കുരുഷ്വ മമ അപ്രിയം. ഞാൻ പറയുന്നത് കേൾക്കണം, എനിക്ക് അപ്രിയം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരച്ഛൻ മകനെ ശാസിക്കുന്നത് പോലെ ആ അന്തിമ ശാസന, പിതൃശാസന പോലും വ്യാസദേവൻ നൽകി. അപ്പം അദ്ദേഹവും ഇതിൽ മിണ്ടാതെ ഇരുന്നു എന്ന് പറയരുത്. ഈ സമയത്തൊന്നും അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. ഉപദേശിക്കാൻ ഭീഷ്മനേ ഉള്ളൂ, ദ്രോണനുണ്ടായിരുന്നു, കൃപനുണ്ടായിരുന്നു, വിതുരനുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടില്ല. അവസാനത്തെ നിമിഷം ഈ യുദ്ധം ശരിക്കും നടക്കാൻ പോണു എന്ന് അറിഞ്ഞപ്പോഴാണ് തൻ്റെ പുത്രനെ കുറിച്ച് ആലോചിച്ച് യുദ്ധവിവരണമൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി സഞ്ജയന് വേണ്ട ശക്തി കൊടുത്തത്. എന്നിട്ട് അവസാനം സംസാരിച്ച് നിർത്തിയത് ഇങ്ങനെയാണ്. ഇപ്പോഴും ഈ അന്തിമ നിമിഷത്തിൽ പോലും തൻ്റെ കുട്ടികളെ വിളിച്ച് നല്ലത് പറഞ്ഞു കൊടുത്ത് ഈ യുദ്ധം, ഈ കൂട്ടക്കൊല തടുക്കാൻ അങ്ങയ്ക്ക് സാധിക്കും, അപ്രിയം ചെയ്യരുത് എന്ന്. ലുപ്തധർമ്മോ പരേണാസി ധർമ്മം ദർശയ വൈ സുതാൻ കിം തേ രാജ്യേന ദുർധർഷ യേന പ്രാപ്തോസി കിൽബിഷം. ലുപ്തധർമ്മോ പരേണാസി ധർമ്മം ദർശയ വൈ സുതാൻ. അങ്ങയുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾ മുഴുവനും ധർമ്മം ലോപിച്ച് ധർമ്മത്തിൽ നിന്ന് വഴുതി വീണിരിക്കുക. അങ്ങനെ ധർമ്മന്മാരായിരിക്കുന്ന അവരെ മുഴുവനും ധർമ്മം ദർശയ വൈ സുതാൻ. അങ്ങയുടെ മക്കളാണ് അവർ. ആ മക്കൾ എന്നുള്ള നിലയ്ക്ക് അച്ഛന് ഇപ്പോഴും ഉപദേശിക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പം രാജ്യം ധൃതരാഷ്ട്രൻ്റെ കയ്യിലാണ്, മകൻ്റെ കയ്യിലായിട്ടില്ല. വേണമെങ്കിൽ യുവരാജാവ് എന്ന് പറയാം ദുര്യോധനെ, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങയുടെ മക്കളെ ധർമ്മം കാണിച്ചു കൊടുത്ത ഉപദേശിക്കൂ. കിം തേ രാജ്യേന ദുർധർഷ ഏന പ്രാപ്തോസി കിൽബിഷം. ഇക്കണ്ട കാലം മുഴുവനും രാജ്യം കയ്യിൽ വെച്ചു, എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടാവാൻ പോണത്? കൂട്ടക്കൊലയാണ് അവിടെ നടക്കാൻ പോണത്. അപ്പോൾ ഈ രാജ്യവും സുഖവും ഭോഗവും ഒക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? കിം തേ രാജ്യേന ദുർധർഷ. അങ്ങനെ തടുക്കാൻ ഒരാളും ഇല്ല എന്നാണ് വെപ്പ്. ഈ രാജ്യമൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? ഏന പ്രാപ്തോസി കിൽബിഷം. ഇത് കിട്ടിയിട്ട് ഇപ്പം എന്തുണ്ടായി? മഹാപാപം, കൊട്ടയ്ക്കും വട്ടിക്കും വാരി തലയിലിട്ടിരിക്കുക. ഇപ്പോൾ യശോധർമ്മം ച കീർത്തിം ച പാലയൻ സ്വർഗമാപ്സ്യസി ലഭന്താം പാണ്ഡവാരാജ്യം ശമം ഗച്ഛന്തു കൗരവാഹ. യശോധർമ്മം ച കീർത്തിം ച പാലയൻ സ്വർഗമാപ്സ്യസി. അങ്ങ് ഈ വയസ്സുകാലത്ത് വേണ്ടത് എന്താണെന്നറിയോ? യശസ്, ധർമ്മം, കീർത്തി, ഇതൊക്കെ പാലിക്കുക വേണ്ടത്. അല്ലാണ്ട് കുട്ടികൾക്ക് വല്ല വിധത്തിലും സമ്മതം കൊടുത്ത ഈ ദുഷ്ടപുത്രന് വേണ്ടതൊക്കെ ആദ്യകാലം മുതൽക്ക് തന്നെ അങ്ങയോട് പറഞ്ഞില്ലേ? കുട്ടി ജനിച്ചപ്പോൾ തന്നെ ബ്രാഹ്മണരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? ഈ കുട്ടിയെ ഉപേക്ഷിച്ചോളൂ, ഇയാളെ അടുത്ത് നിർത്തിയ സർവനാശമാണ് വരിക. അതാണ് ഈ കഴുതിയും കുറുക്കനും ഓരിയൊക്കെ നോട്ടീസ് തന്നിരിക്കണേ എന്നൊക്കെ പറഞ്ഞുവല്ലോ. അന്ന് മുതൽക്ക് അങ്ങ് ശ്രദ്ധിച്ചില്ല. ഈ അവസാന നിമിഷത്തിൽ ഞാൻ അങ്ങയ്ക്ക് പുത്രൻ ആര്? ദുര്യോധൻ എങ്ങനെയോ അതുപോലെ തന്നെയാണ് രാജാവേ ഈ അങ്ങയ്ക്ക് ഞാനും, എനിക്ക് അങ്ങയും. അപ്പം അങ്ങ് എത്രത്തോളം നന്മ വിചാരിക്കുന്നുവോ കുട്ടികളുടെ അതുപോലെ ഞാനും നന്മ വിചാരിക്കുന്നു. ആ നന്മ വിചാരിച്ചുകൊണ്ട് പറയുകയാണ്, യശസ്സുമുണ്ടാവും, ധർമ്മവും ഉണ്ടാവും, കീർത്തിയും ഉണ്ടാവും.
ശരീരം വീണതിന് ശേഷം സ്വർഗവും കിട്ടും. അതിനു വേണ്ടിയുള്ള വഴി എന്താ? ലഭന്താം പാണ്ഡവാരാജ്യം, പാണ്ഡവന്മാർക്ക് അവർക്ക് വേണ്ട രാജ്യം കിട്ടട്ടെ. ശമം ഗച്ഛന്തു കൗരവാഹ, അങ്ങയുടെ പുത്രന്മാർ ശമം ദീക്ഷിക്കട്ടെ. സൂചി കുത്താനുള്ള പഴുതുപോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ് പടപൊരുതാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് നിർബന്ധിക്കുകയല്ല വേണ്ടത്. അവർക്ക് അവകാശപ്പെട്ടതും അവർ കയ്യിൽ വെച്ചതും നാം പങ്കുവെച്ച് കൊടുത്തതുമായ രാജ്യം കൊടുക്കുക, എന്നൊരു സമാധാനത്തോടു കൂടിയിരിക്കുക. ലഭന്താം പാണ്ഡവാരാജ്യം ശമം ഗച്ഛന്തു കൗരവാഹ ഏവം ബ്രുവതി വിപ്രേന്ദ്രേ ധൃതരാഷ്ട്രോ അംബികാസുതഃ ആക്ഷിപ്യ വാക്യം വാക്യജ്ഞോ വാക്യം ചൈവ അബ്രവീത് പുനഃ. ഏവം ബ്രുവതി വിപ്രേന്ദ്രേ ധൃതരാഷ്ട്രോ അംബികാസുതഃ. അംബികയ്ക്ക് ജനിച്ച സുതനാണല്ലോ ആര്? ധൃതരാഷ്ട്രൻ. ആ ധൃതരാഷ്ട്രൻ തൻ്റെ അച്ഛൻ മഹർഷി ഇങ്ങനെ വന്ന് അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആക്ഷിപ്യ വാക്യം വാക്യജ്ഞോ വാക്യം ചൈവ അബ്രവീത് പുനഃ. ആ കണ്ണും ചെവിക്കൊള്ളാതെ അതൊക്കെ തള്ളിക്കളഞ്ഞ് തനിക്ക് പറയാനുള്ളത് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ട് പറയുന്നു. ധർമ്മപക്ഷം എവിടെയാന്നുള്ളതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ വ്യാസനടക്കം പറയാനുള്ളത് പറഞ്ഞു. അവസാനം പറഞ്ഞു കൊടുക്കുകയാണ്, ലഭന്താം പാണ്ഡവാരാജ്യം, പാണ്ഡവന്മാർക്ക് രാജ്യം കിട്ടട്ടെ എന്ന്. ഇത് ധൃതരാഷ്ട്രൻ പറഞ്ഞതാണ്, ഗാന്ധാരിയും പറഞ്ഞതാ. അതിപ്പോൾ വ്യാസനും ഒന്നും കൂടി ഉറപ്പ് വയ്ക്കുമ്പോൾ അത് കേൾക്കല്ലേ വേണ്ടത്. ഇപ്പം ഇവിടെ ഉണ്ടായതെന്താ? ആക്ഷിപ്യവാക്യം വാക്യജ്ഞോ, ആ പറഞ്ഞതിന് സ്വല്പം പോലും ഒരു സ്ഥാനമോ മര്യാദയോ ആദരവോ കൊടുക്കാതെ തനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. എന്താ ധൃതരാഷ്ട്രൻ പറയണത്? യഥാ ഭവാൻ വേത്തി തഥൈവ വേത്ത ഭാവാഭാവൗ വിദിതൗ മേ യഥാർത്ഥൗ സ്വാർത്ഥേ ഹി സംമുഹ്യതി താതലോകോ മാം ചാപി ലോകാത്മകമേവ വിദ്ധി. ഇതൊക്കെ ഈ മഹാഭാരതത്തിലേ കാണുള്ളൂ. ആരെന്ത് പറയുന്നുണ്ടെങ്കിലും ആ പറയുന്നതിൻ്റെ പിന്നിലുള്ള ആ നിയതി ഉണ്ടല്ലോ, അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിവരണം. യഥാ ഭവാൻ വേത്തി തഥൈവ വേത്ത, അങ്ങ് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ മനസ്സിലും, അല്ലാന്നില്ല. ഭാവാഭാവൗ വിദിതൗ മേ യഥാർത്ഥവും, എൻ്റെ മകൻ കരിക്കട്ടയാണ്, സ്വർണ്ണമല്ലാന്ന് എനിക്കറിയാം. അവൻ ഉണ്ടായപ്പോൾ തന്നെ കഴുത പോലെ കരഞ്ഞു, കഴുതകളും കരഞ്ഞു, അതുകൊണ്ട് നാശം വരുത്തും എന്ന് എനിക്കറിയാം. ഇതൊക്കെ ആയാലും എൻ്റെ മകനാണല്ലോ. ആ മകൻ എന്നുള്ള ഒരു പാശമുണ്ടല്ലോ. ഭാവാഭാവൗ വിദിതൗ മേ യഥാർത്ഥൗ സ്വാർത്ഥേ ഹി സംമുഹ്യതി താതലോകോ. ഞാൻ ഈ മനുഷ്യരാശിയിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിയാണ്. എന്നെപ്പോലെ എത്രയോ പേര് കൂടിയതാണ് ഈ മനുഷ്യവംശം. അവർക്കെല്ലാവർക്കും ഉണ്ട് മോഹം, അജ്ഞാനം, സന്താനങ്ങളോടുള്ള പാശം. ആ പാശത്തിൻ്റെ പേരിൽ സമയോചിതമായി മനസ്സാന്നിധ്യത്തോട് ചിന്തിക്കാനും തീരുമാനിക്കാനും പറ്റാത്തൊരു പാരവശ്യം എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ സമ്മതിക്കണു. സ്വാർത്ഥേഹി സംമുഹ്യതി താതലോകോ മാം ചാപി ലോകാത്മകമേവ വിദ്ധി. അങ്ങനെ സ്വാർത്ഥത്തിൽ കിടന്ന് നീന്തി കുളിക്കുന്നവരാണ് ലോകം. അതുകൊണ്ട് കാര്യമായ ഒരു മോഹവും ഭ്രമവും മനസ്സിനും ബുദ്ധിക്കും ഉണ്ട്. അതിൽപ്പെട്ട അതേ ആളാണ് ഞാൻ ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ടവനല്ല. അങ്ങയ്ക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ആരും വളർത്താനില്ല, എവിടെയോ കിടന്ന് കഴിഞ്ഞുകൂടി ഒരു കംപ്ലൈൻറ്റ് ഒരു വിഷമവും ഇല്ലാതെ ഇരിക്കുന്നു. അങ്ങയ്ക്ക് ജനിച്ച പുത്രന്മാരാണ് ഞാനടക്കം. അപ്പം ഈ പുത്രന്മാരുണ്ടെങ്കിലും അങ്ങയ്ക്ക് ജനിച്ചുല്ലോ, എൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ചതാണല്ലോ എന്ന് പറഞ്ഞൊരു പാശോ മോഹമൊന്നും അങ്ങയ്ക്കില്ല. പക്ഷെ ഞങ്ങളുടെ കഥയൊക്കെ ഒന്ന് വേറെയാണ്. ഞാൻ ലൗകികനാ, അങ്ങ് ഒരു തപസ്വിയാ. അതുകൊണ്ട് മാം ചാപി ലോകാത്മകമേവ വിദ്ധി. എൻ്റെ സംസാരവും എൻ്റെ ചിന്താഗതിയും എൻ്റെ പോക്കും ഒക്കെ ലോകത്തിനോട് ചേരുന്ന ലൗകിക മട്ടിലാണ്. പ്രസാദയേ ത്വാം അതുല പ്രഭാവം ത്വം നോ ഗതിർ ദർശയിതാ ച ധീരഃ ന ചാപിതേ മദ്വശഗാമഹർഷേ ന ചാധർമ്മം കർത്തുമർഹാഹി മേ മതിഃ. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റും, അതിപ്പോഴും ഞാൻ വ്യക്തമാക്കാം, ഇതിനു മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസാദയേ ത്വാം അതുല പ്രഭാവം, അതുല്യപ്രഭാവനാണ് അങ്ങ്. അദ്ദേഹത്തെ അങ്ങേ വളരെ പ്രണമിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ത്വം നോ ഗതിർ ദർശയിതാ ച ധീരഃ. എല്ലാവർക്കും കാര്യകാരണം പറഞ്ഞ് മനസ്സിലാക്കി ശരിയായിട്ടുള്ള വഴിയും മാർഗവും പന്ഥാവുമെല്ലാം ഉപദേശിക്കുന്നവനാണ് അങ്ങ്. ന ചാപിതേ മദ്വശഗാമഹർഷേ.
അങ്ങ് പറയണത് എനിക്ക് മനസ്സിലായി. ഞാൻ അധർമ്മം ചെയ്യില്ല. പക്ഷെ എനിക്കുണ്ടായ കുട്ടിയുണ്ടല്ലോ, ദുര്യോധനും കൂട്ടരും, അവർ അധർമ്മത്തിന് മാത്രം നിൽക്കുന്നവരാ. ഞാൻ തുറന്നു പറയാം, എനിക്ക് അധർമ്മം ഇഷ്ടമില്ല, നമ്മുടെ വംശം നശിച്ചു പോണത് ഇഷ്ടമില്ല. ഞങ്ങൾ ഓരോരുത്തരും എല്ലാവരും പറഞ്ഞു. കൃഷ്ണൻ ദൂതന് വരുന്നത് കേട്ട് പല വിധത്തിലുള്ള ഇടപാടുകളായിരുന്നു. അപമര്യാദ കാണിക്കരുതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുണ്ടായി അവനോട്. ഞാൻ പറയാന്നല്ലാതെ അവൻ കേൾക്കുകയെ അനുസരിക്കുകയെ അത് ഉണ്ടായിട്ടില്ല. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോളൂ, എനിക്കുണ്ടായ മക്കള് എൻ്റെ അധീനത്തിലുള്ളവരല്ല. നചാപിതേ മദ്വശകാമഹർഷേ ത്വം ഹി ധർമ്മ പ്രവൃത്തിശ്ച യശകീർത്തിശ്ച ഭാരതി കുരൂണാം പാണ്ഡവാനാം ച മാന്യശ്ചാപി പിതാമഹഃ. അങ്ങ് ഈ അന്തിമ നിമിഷത്തിൽ പോലും വന്ന എന്നോട് ഇത്ര കാരുണ്യത്തോടുകൂടി കനിവോടുകൂടി സംസാരിക്കുന്നുണ്ടല്ലോ. ആ സംസാരത്തിലും ഞാൻ കാണുന്നത് നമ്മുടെ വംശം നശിച്ചു പോകാതെ ഇരിക്കണം എന്നുള്ള പ്രത്യേക താല്പര്യമാണ്. ഇങ്ങനെ ഒരാളെ കാണാനോ കിട്ടാനോ സാധ്യമല്ല. ത്വം ഹി ധർമ്മപ്രവൃത്തിശ്ച യശഃ കീർത്തിശ്ച ഭാരതി കുരൂണാം പാണ്ഡവാനാം ച മാന്യശ്ചാപി പിതാമഹഃ. എൻ്റെ പക്ഷത്തിലുള്ള കൗരവന്മാർക്കും യുധിഷ്ഠിരാദികൾക്കും പാണ്ഡവന്മാർക്കും ഒരുപോലെ പിതാമഹനാണ്, മുത്തശ്ശനാണങ്ങ്. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള ധർമ്മവും പ്രവൃത്തിയും യശസ്സും കീർത്തിയുമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നിങ്ങനെ വ്യാസദേവനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പ്രണമിച്ച് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ വ്യാസൻ അത് കേട്ടിട്ട് പറയുകയാണ്, പിന്നെയും വിടുന്നില്ലല്ലോ പ്രയത്നം. ഉപായ വിജയം ശ്രേഷ്ഠം ആഹുർഭേദേന മധ്യമം ജഘന്യേഷ വിജയോ യോ യുദ്ധേന വിശാംബദേ. പലരും തമ്മിൽ സ്പർദ്ധയും മത്സരവും യുദ്ധവും ഒക്കെ ഉണ്ടാവാം. അതുണ്ടാവുന്നതിൽ 2-3 തരത്തിലുള്ള മാർഗങ്ങളാണ് നമ്മൾ പ്രയോഗിക്കുക. ഉപായ വിജയം ശ്രേഷ്ഠം. എന്തെങ്കിലും ഉപായം പ്രയോഗിച്ച് ആ ഉപായദ്വാര വിജയം നേടുന്നതാണ് യുദ്ധച്ചൊരിച്ചിലോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ. അതാണ് ഉത്തമം. ആഹുർ ഭേദേന മധ്യമം. ശത്രുക്കളിൽ പിണക്കമുണ്ടാക്കി തീർത്ത് അവരെ ഛിന്ന ഭിന്നമാക്കി തീർത്ത് നശിപ്പിക്കുന്നതാണ് മധ്യമം. ജഘന്യേവ വിജയോ യോ യുദ്ധേന വിശാംബദേ. ഇനി പടപൊരുതി നശിപ്പിച്ച് വിജയം നേടുന്നതുണ്ടല്ലോ, അത് ജഘന്യമാണ്, ഏറ്റവും അധമമാണ്. 3 തരത്തിലാണ് വിജയം എന്ന് പറഞ്ഞു ആര്? വ്യാസദേവൻ. അതിൽ ഏറ്റവും നല്ലത് വലിയ വിഷമമോ കൂട്ടമരണമോ ഒന്നുമില്ലാതെ ഉപായം പ്രയോഗിച്ച് നേടിയെടുക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പറച്ചിൽ തുടങ്ങി പറയാണ്, പഞ്ചാശതഭിയേ ശൂര മൃഗന്തി മഹതീം ചമൂം അഭിവാ പഞ്ചഷട്സപ്ത വിജയന്ത്യനിവർത്തിനഃ ന ബാഹുല്യേന സേനായ ജയോ ഭവതി നിത്യശഃ അധ്രുവോ ഹി ജയോ നാമ ദൈവം ചാത്ര പരായണം ജയവന്തോ ഹി സംഗ്രാമേ കൃതകൃത്യാ ഭവന്തി. ദുര്യോധൻ്റെ മനസ്സിലുള്ള വിചാരം എന്താണ്? ദുര്യോധനൻ ഇത്ര അഹന്ത. എൻ്റെ കൂടെ 11 അക്ഷൗഹിണി സേനയുണ്ട്. മാത്രമല്ല അജയ്യനായിരിക്കുന്ന മുത്തശ്ശൻ എൻ്റെ സേനാധിപതിയാണ്. പിന്നെ 2 പേരെയും പഠിപ്പിച്ച ദ്രോണനും നമ്മുടെ കൂടെയാണ്. പോരാത്തതിന് കൃപനും ഉണ്ട്, ശല്യനും ഉണ്ട്. ഇത്രയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ നേരിടാൻ പാണ്ഡവന്മാരെ കൊണ്ട് പറ്റില്ല എന്ന് നല്ല പോലെ അറിയാം. ആർക്ക്? ദുര്യോധനൻ. വ്യാസൻ ഇതൊക്കെ മനസ്സിലറിയുന്ന ആളാണല്ലോ. അദ്ദേഹം വന്ന് പറയുകയാണ്, ദുര്യോധനെ ഞാൻ ജയിക്കണം എന്നുള്ളൊരു വിചാരത്തോടു കൂടി ആ ജയമോഹത്തിലാവും എല്ലാറ്റിനെയും നോക്കിക്കാണുന്നത്. നിഷ്പക്ഷ വീക്ഷണം ഉണ്ടാവാൻ വിഷമമാണ്. വ്യാസൻ നോക്കി കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ കാണുക. അപ്പം അദ്ദേഹത്തിൻ്റെ നിരൂപണം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാസദേവൻ പറയണത് എന്തിനാ? നമ്മുടെ ജീവിതത്തുറയിൽ നമുക്ക് പല സന്ദർഭത്തിലും കാശില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പുറത്തുള്ളവൻ പണക്കാരനാവാം. നമുക്ക് സംഖ്യാബലം ഉണ്ടാവില്ല. കുട്ടികൾ ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കുട്ടികളും ഇല്ല. അയൽവക്കക്കാർക്ക് 2-3 കുട്ടികളുണ്ടാവും. വഴക്കും വെക്കാണുമായിട്ട് പറയുമ്പോൾ നമ്മളൊക്കെ പേടിത്തൊണ്ടന്മാരായിട്ട് പോവുക. ഈ ലോകത്തിൽ നമ്മെ താങ്ങി നിർത്താനായി ഉള്ളുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ധർമ്മബലം, ധർമ്മശക്തി എന്നൊന്നുണ്ട്. അത് എപ്പോഴും മുഴച്ചു നിൽക്കും. ഈ ഭാരതത്തിൻ്റെ വിവരണത്തിൽ ഇവിടെ പറയണ കേട്ടോളൂ. പഞ്ചാശതപി യേ ശൂര മൃദ്ഗന്തി മഹതീം ചമൂം അഭിവാ പഞ്ചഷട്സപ്ത വിജയന്ത്യനിവർത്തിനഃ. ഈ പടപൊരുതുന്ന സമയത്ത് എണ്ണം കൊണ്ട് കുറേ കൂടിയിട്ട് കാര്യമില്ല. 50 പേരാണ് ഉള്ളതെന്ന് നോക്കിയാൽ
അവരെല്ലാവരും ശൂരന്മാരായിരിക്കണം. ശൂരന്മാരെന്ന് പറഞ്ഞാൽ എന്ത്? പൊക്കം കുറഞ്ഞ ഒരു പടയാളിയാവും. മുമ്പിൽ നിൽക്കുന്നതോ 6 അടിയോ 7 അടിയോ ആളാവും. അയാൾ 7 അടി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ പൊക്കം കുറഞ്ഞവൻ പേടിക്കാൻ പാടില്ല. ശൗര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഗുണമാണ്, മനസ്സിൻ്റെ മൂല്യവും മഹിമയാണ്. അപ്പം ക്ഷാത്ര തേജസ് എന്ന് പറയുന്നത് മനസ്സിലാണ് അധിഷ്ഠിതം. ഈ ശരീരം എപ്പോഴും ഒരു ഉപകരണം മാത്രമാണ്. ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഉള്ളിലുള്ള മനസ്സാണ്. അപ്പം മനസ്സിനെ പോഷിപ്പിക്കുന്നതായ ഗുണമൂല്യങ്ങൾ നമുക്കുണ്ടാവണം. അതിൽപ്പെട്ട ഒന്നാണ് ശൗര്യം. അപ്പം ശൗര്യത്തോടു കൂടിയവരെ ഒരു 50 പടയാളികളുണ്ടെന്ന് വയ്ക്കുക. മൃദ്ഗന്ധി മഹതീം ചമൂം, വളരെ വലുതായിട്ടുള്ള ഒരു സേനയെപ്പോലും അവർ തകർത്ത് തരിപ്പണമാക്കും. അഭിവാ പഞ്ചഷട്സപ്ത വിജയന്തി അനിവർത്തിന, 5 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും പഞ്ചഷട്സപ്ത അല്ലെങ്കിൽ 6 or 7 ആയിക്കോട്ടെ, വിജയന്തി അനിവർത്തിന, അവരെ തടുത്തു നിർത്താൻ പറ്റില്ല. അവസാനം വരെ പൊരുതും. മനുഷ്യന് പൊരുതുമ്പോൾ ക്ഷീണം വരും. ഈ ക്ഷീണം എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് ശരീരത്തിൽ വരികയാണെങ്കിലും അതിനെ കവച്ചു വെച്ച് മുന്നോട്ട് പോവാൻ മനഃശക്തിയും മനോബലവും ഉൾത്തേജസ്സുമാണ് ആവശ്യം. ഈ പൊണ്ണത്തടിയന്മാർക്ക് വലിയ ശക്തി ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട. ശരിയായ ശക്തി നമ്മുടെ മനസ്സിൽ നിന്നാണ് വരിക. അപ്പോൾ ആ മനസ്സിലുള്ളതാണ് ശൗര്യം, വീര്യം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യം എന്ന് പറയുന്നത് ചെക്ക് എഴുതി കൊടുത്ത് ബാങ്കിൽ നിന്ന് കിട്ടുമൊന്നുമില്ല. അത് മനസ്സിനുള്ള ഗുണവിശേഷമാണ്. പഞ്ചാശതപി യേ ശൂര മൃദ്ഗന്തി മഹതീം ചമൂം അഭിവാ പഞ്ചഷട്സപ്ത വിജയന്തി അനിവർത്തിനഃ ന ബാഹുല്യേന സേനായ ജയോ ഭവതി നിത്യശഃ അധ്രുവോ ഹി ജയോ നാമ ദൈവം ചാത്രപരായണം. എവിടെ നോക്കിയാലും നമ്മുടെ വിവരണത്തിൽ ദൈവത്തിന് അങ്ങേയറ്റം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള വിവരണങ്ങളാണ്. മനുഷ്യൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. നേടിയെടുക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ ആ പിന്തുണ കൊണ്ട്, അനുഗ്രഹം കൊണ്ടേ പറ്റുള്ളൂ. ന ബാഹുല്യേന സേനായ, വിപുലമായ ഒരു സേനയുണ്ട്. 11 അക്ഷൗഹിണിയാ, 1.5 ഇരട്ടിയിലധികമാണ് സേനയുള്ളത് ദുര്യോധൻ്റെ അടുത്ത്. അപ്പം തൻ്റെ കയ്യിൽ സംഖ്യാബലം ധാരാളം ഉണ്ടെന്ന് വിചാരിച്ച് അഹന്തയൊന്നും പുലർത്തിയിട്ട് കാര്യമില്ല എന്നാണ് പറയണത്. ജയോ ഭവതി നിത്യശ, സ്ഥായിയായിട്ടുള്ള ജയം എണ്ണം കൊണ്ട് നേടാൻ സാധിക്കുന്നതല്ല. അധ്രുവോ ഹി ജയോ നാമ ദൈവം ചാത്ര പരായണം. അധ്രുവോ ഹി ജയോ നാമ, ഈ ജയം ജയം എന്ന് പറയുന്നത് സുനിശ്ചിതമല്ല. അവസാനത്തെ നിമിഷം വരെ അത് വഴുതി പോകാം. പ്രധാനപ്പെട്ട ഒരു പടയാളി പോയാൽ സേന മുഴുവനും നശിച്ചു എന്ന് പറയേണ്ടി വരും. കൗരവന്മാരുടെ സേന മുഴുവനും നിൽക്കുന്നത് അജയ്യനായ ഭീഷ്മൻ്റെ ഒരൊറ്റ വ്യക്തിത്വത്തിലാണ്. ആ ഭീഷ്മൻ പോയാൽ പിന്നെ സർവ്വതും പോയി എന്നാണ്. അതുപോലെ ഒരിക്കലും വിചാരിക്കരുത് ഈ ജയം ധ്രുവമാണ്, സുനിശ്ചിതമാണെന്ന്. അധ്രുവമാണിത്. ദൈവം ചാത്രപരായണം. ജയമോ പരാജയമോ അല്ല നമ്മുടെ മനസ്സിനെ ആകർഷിക്കേണ്ടതോ നിൽക്കേണ്ടതോ. നേരെ മറിച്ച് ദൈവത്തിനാണ് സ്ഥാനം. ദൈവം ചാത്രപരായണം. എല്ലാവരും ഉറ്റുനോക്കേണ്ടത് ദൈവത്തിൻ്റെ ഗതിക്കാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരക്കാലത്ത് പലപ്പോഴും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നേരിടേണ്ടി വരുമ്പോൾ അങ്ങ് എന്താ ചെയ്യാൻ പോണേന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു അത്രേ, എനിക്കറിയില്ല, എന്തെങ്കിലും ഒരു വഴി വരും. അപ്പോൾ എന്തെങ്കിലും ഒന്നങ്ങോട്ട് വരും. അങ്ങനെയാണ് ഈ സോൾട്ട് സത്യാഗ്രഹവും ഓരോന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, രാമനും രാവണനും കൂടിയിട്ടുള്ള യുദ്ധം വളരെ പ്രധാനമാണ്. ആ യുദ്ധത്തിൽ രാമൻ്റെ അമ്പ് എയ്യുന്നത് രാവണൻ്റെ കഴുത്തിലേക്കാണ്. കഴുത്തറുത്ത് വീണാൽ രണ്ടാമത്തെ കഴുത്തറക്കുമ്പോഴേക്കും മുളച്ചു വീണത്. ഇങ്ങനെ മുളച്ച് രാമൻ എന്താ വേണ്ടതെന്ന് അറിയാൻ പറ്റാതെയായി. ഒരു കഴുത്ത് ഒരിക്കലേ മുറിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കഴുത്ത് മുറിക്കുമ്പോഴേക്കും ആദ്യം മുളച്ചു. പിന്നെ എയ്യേണ്ടത് ഏതാന്നുള്ളത് സംശയമായി, മൂന്നാമതോ ആദ്യത്തതോന്ന്. അങ്ങനെ കുറേ വല്ലാതെ ആയപ്പോൾ വലിയ ഒരു അത്ഭുതമാണ്, ഞെട്ടിപ്പോയി. അദ്ദേഹം എന്ത് ചെയ്തു? യുദ്ധം നിർത്തി കണ്ണടച്ചങ്ങട് ഇരുന്നത്രേ രഥത്തിൽ. കണ്ണടച്ച് നിന്നപ്പോൾ പെട്ടെന്നൊരു തോന്നലോട് ഉൾപ്രേരണയുണ്ടായി. അവിടുന്ന് അങ്ങോട്ട് ഒരു അമ്പെടുത്തിട്ട് കഴുത്തിലേക്കല്ല ചെയ്തത്, രാവണൻ്റെ മാറിലേക്കാണ്. ആ മാറിലാണത്രേ അമൃതകലശം ഉണ്ടായിരുന്നത്. ആ മാറിൽ ചെന്ന അമ്പ് തറയ്ക്കേണ്ട താമസം ദശകണ്ഠൻ മറിഞ്ഞങ്ങോട്ട് വീണു. ഇതിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പം ജയാപജയം നിൽക്കുന്നത് വെറും മെയ്ബലത്തിലോ സംഖ്യാബലത്തിലോ അല്ല. അത് വിട്ട് അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ശക്തിയും ഒരു പ്രഭാവവും ഉണ്ട്. അത് നമ്മളെ തുണയ്ക്കണം. അധ്രുവോ ഹി ജയോ നാമ
ദൈവം ചാത്ര പരായണം. അങ്ങനെ തോന്നിയതും തോന്നിപ്പിച്ചതുമാണ് ദൈവത്തിൻ്റെ വിശേഷം. ജയവന്തോ ഹി സംഗ്രാമേ കൃതകൃത്യാ ഭവന്തി. അങ്ങനെ ഉൾധൈര്യം, ഉൾതേജസ്, ദൈവത്തിൻ്റെ പിന്തുണ അവരുള്ളവർ മാത്രമേ ജയം കൈവരിച്ച് കൃതകൃത്യന്മാരായി ലോകത്തിലിരിക്കൂ. അതുകൊണ്ട് അദ്ദേഹം ഒരു നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്തത്. 11 അക്ഷൗഹിണി സേനയോടുകൂടിയാണ് വന്ന് നിരന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ പക്ഷത്തിന് ജയമുണ്ടാവാൻ പോണില്ല, അത് ധർമ്മത്തിന് വിധേയമായേ നടക്കുള്ളൂ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് സഞ്ജയന് ചട്ടം കെട്ടി വ്യാസദേവൻ പോയി. ഇനിയിപ്പോൾ സഞ്ജയൻ തൻ്റെ ദൗത്യം തുടങ്ങണം. ദൗത്യം തുടങ്ങുന്നത് എവിടുന്നാ? തൻ്റെ വിവരണം തുടങ്ങി. ഭൂമൗ ച ജായതേ സർവേ ഭൂമൗ സർവം വിനശ്യതി ഭൂമി പ്രതിഷ്ഠാ ഭൂതാനാം ഭൂമിരേവ പരായണം യസ്യ ഭൂമിസ്തസ്യ സർവം ജഗത്സ്ഥാപരജംഗമം തത്രാധിഗൃദ്ധാ രാജാനോ വിനിഘ്നന്തിതരേതരം. ഭൂമിയെ പറ്റിയിട്ടൊരു വർണ്ണന നൽകണു ആര്? സഞ്ജയൻ. ഈ ഭൂമിയാണ് എല്ലാ വിധത്തിലുള്ള സമൃദ്ധിക്കും ശ്രേയസ്സിനും കാരണം. ഭൂമൗ ച ജായതേ സർവേ ഭൂമൗ സർവം വിനശ്യതി. ഈ ഭൂമണ്ഡലത്തിൽ, ഭൂമുഖത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ഇവിടെയുള്ള ജീവരാശികളെല്ലാം തന്നെ. കുറേ കാലം ജീവിച്ചതിന് ശേഷം, അല്പകാലത്തിന് ശേഷമോ അല്ല 100 120 കൊല്ലത്തിന് ശേഷമോ ഭൂമിയിൽ തന്നെയാണ് എല്ലാം വീഴുന്നതും. ഭൂമി പ്രതിഷ്ഠാഭൂതാനാം ഭൂമിരേവ പരായണം. എല്ലാവരെയും അവരുടെ സ്ഥിതി, നിലനിൽപ്പ് നിൽക്കുന്നത് ഭൂമിയിലാണ്. ഭൂമി തന്നെയാണ് നമുക്ക് പരമമായ ആശ്രയം. ഒരാൾ മോഹാലസ്യപ്പെട്ട് വീഴുമ്പോഴും എവിടെയാ വീഴുക? ഭൂമിയിലാ വീഴുക, അമ്മയുടെ മടിയിലൊന്നുമല്ല. യസ്യ ഭൂമിസ്തസ്യ സർവം ജഗസ്ഥാപരജംഗമം. ആരുടെ കയ്യിലാണോ ഭൂസ്വത്തുള്ളത് ആ ഭൂസ്വത്തിലാണ് എല്ലാ വിധത്തിലുള്ള സ്ഥാവരവും ജംഗമവും എല്ലാം ഉള്ളത്. നാം അധിവസിക്കുന്ന കെട്ടിടങ്ങളാവട്ടെ, പാലസുകളാവട്ടെ ഒക്കെ കെട്ടിയിട്ടുള്ളത് ഭൗമവസ്തുക്കൾ കൊണ്ടാണ്. ആ കെട്ടിടം നിലനിൽക്കുന്നത് ഭൂമിയിലാണ്. അതിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് സ്വർണം, വെള്ളി, ചെമ്പ് എല്ലാം തന്നെ. അങ്ങനെ ഭൗമമാണ് നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വ കാര്യങ്ങളും. അപ്പോൾ ഭൂമിക്ക് വലിയ ഒരു വില കൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഭൂമിയെ സർവസ്വമായി കരുതുന്നു രാജാക്കന്മാർ. എന്നിട്ടോ ആ ഭൂമി കീഴടക്കാൻ വേണ്ടി, വെട്ടിപ്പിടിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യണു? വിനിഘ്നന്തിതരേതരം. അയൽവക്ക രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരുടെ പടയാളികളെ മുഴുവൻ കൊന്ന് അവരുടെ രാജ്യം അടക്കി തീർക്കണു. അങ്ങനെ ഭൂമിയാണ് ഇവിടെ എല്ലാറ്റിനും കാരണം എന്ന് പറയുക. ഇന്നിപ്പോൾ നമുക്ക് തർക്കമുണ്ട്. ആരായിട്ടാ തർക്കം? അയൽ രാജാക്കന്മാരായി. അവർക്ക് താമസിക്കാൻ വേണ്ട ഭൂമിയുണ്ട്, എന്നാലും ഞങ്ങളുടെ അതിർത്തി ശരിയായിട്ടില്ല എന്നാണ് അവരുടെ തർക്കം. എന്താ അതിൻ്റെ അർത്ഥം? ആ കുറച്ചും കൂടി ഭൂമി എനിക്ക് കിട്ടണമെന്ന്, കൊടുക്കില്ല എന്ന് ഇപ്പുറത്തുനിന്നും തരണമെന്ന് അവരും വഴക്കായില്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ വഴക്കടിക്കുന്നത് ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത കാലത്ത് വഴക്ക് തുടങ്ങാൻ പോകുന്നുണ്ടത്രേ. എവിടെ? വെള്ളത്തിന് വേണ്ടിയിട്ട്. ഈ വെള്ളം എവിടെയുള്ളതാ? അതും ഭൂസ്വത്ത് തന്നെയാണ്, ഭൂമിയിലാണ്. ഇപ്പോഴും ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആവശ്യത്തിന് വെള്ളം കിട്ടണമെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ലക്ഷോപലക്ഷം ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങൾക്കെല്ലാം കുടിവെള്ളം എത്തിക്കുക, അതുമാതിരി പുതിയതായ സെപ്റ്റിക് ലെട്രിൻ ഉണ്ടാക്കി അത് വാഷ് ചെയ്യാനുള്ള വെള്ളവും ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ ഏത് കാലത്ത് നടക്കാൻ പോകണോ എനിക്കറിയില്ല. നമ്മുടെ ആശ്രമത്തിൽ നിന്ന് കുറേയൊക്കെ സെപ്റ്റിക് ലെട്രിൻ ഉണ്ടാവാൻ വേണ്ടി സഹായങ്ങൾ ചെയ്ത് ഈ ഗ്രാമപ്രദേശത്തിൽ കുറേ ലെട്രിൻ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ആശ്വസന സ്ഥലങ്ങൾ. ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്, എത്രയോ ഗ്രാമങ്ങളുണ്ട്, 5 ലക്ഷോ 10 ലക്ഷോ ഗ്രാമങ്ങളുണ്ട്. ഇവിടെയൊക്കെ വെള്ളം എത്തിക്കണം. ആ വെള്ളം ക്ലോസറ്റ് വയ്ക്കണം, വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കൂടുതലാണ്. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് സമൃദ്ധിയായി വെള്ളം എത്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നിലോ ജനസംഖ്യ കുറയണം, അല്ലെങ്കിൽ സർവ്വ സ്ഥലത്തും വെള്ളം ഉണ്ടാവണം. ഇത് സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പറ്റുമോ എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജനസംഖ്യ വളരെ കുറവാണ്, ഇത്ര നിബിഡതയില്ല. അതുകൊണ്ടാണ് അവർക്ക് സെപ്റ്റിക് ലെട്രിനും എല്ലാം സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത കാലത്തെ യുദ്ധം ജലത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പല ചിന്തകന്മാരും പറയുന്നു. പക്ഷേ ജലവും ഭൂമിയിലുള്ളതാണ്. ജലത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ജലം കിട്ടുന്ന പ്രദേശം കൈയടക്കാൻ നോക്കുന്നു. അതേമാതിരി ഓയിൽ കിട്ടാൻ വേണ്ടി യുദ്ധം നടക്കുന്നുണ്ട്. ഏത് രാജ്യങ്ങൾക്കൊക്കെ ഓയിലുണ്ടോ ആ ഓയിൽ എവിടെയാ? അതും ഭൂമിയിൽ ഖനനം ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഭൂമിയാണ് ഇവിടെ എല്ലാത്തിനും നിദാനം. അതിനു വേണ്ടിയിട്ടാണ് ഭൂമിയെ വെട്ടിപ്പിടിക്കാൻ മനുഷ്യർ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാരതത്തിൻ്റെ അതിർത്തികളെ പറ്റി പറയുന്നു. നമ്മുടെ ഭാരതഭൂമി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമുക്കുള്ളൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ,
പ്രകൃതി തന്നെ തന്നിട്ടുള്ള വിശേഷപ്പെട്ട ഒരു രാജ്യമാണ് ഭാരതം. അതിൻ്റെ വടക്ക് ഭാഗത്ത് ഇങ്ങനെ നീണ്ടു കിടക്കണു, കിഴക്കും പടിഞ്ഞാറുമുള്ള സമുദ്രത്തിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. കാളിദാസന്റെ ഭാഷയിൽ സ്ഥിത പൃഥിവ്യായിവ മാനദണ്ഡഹാന്ന്, ഭൂമിയെ അളക്കാനുള്ള ഒരു അളവുകോലാണെന്ന് തോന്നുമത്ര ഹിമാലയം കിഴക്കും പടിഞ്ഞാറും സമുദ്രത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് കിടക്കുന്നത് കണ്ടാൽ. അതാണ് നമ്മുടെ വടക്കൻ അതിർത്തി. ബാക്കി 3 ഭാഗത്തോ സമുദ്രം, ലവണജലം. ഈ അതിർത്തികൾക്കുള്ളിൽ സുരക്ഷിതരായി നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഞാൻ സുരക്ഷിതരെന്ന് പറയുമ്പോൾ ഇവിടെ പ്രകൃതി കോപങ്ങളോ അപകടങ്ങളോ ഇല്ല എന്ന് വിചാരിക്കരുത്. ലോകത്തിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 10 രാജ്യങ്ങളുള്ളതിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ 7500 കിലോമീറ്റർ നീളം വരുന്ന സീ കോസ്റ്റ് ഉണ്ടല്ലോ, സമുദ്രതീരം, അതിവിടെ പല വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കും വിധേയമാണ്. ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവും, വരൾച്ചയുണ്ടാവും, വെള്ളപ്പൊക്കമുണ്ടാവും, പലതരത്തിലുള്ള പീഡകളും വിഷമങ്ങളുമാണ് നമുക്ക്. ഈ വിഷമങ്ങളെ നേരിട്ട് വേണ്ട പരിഹാരങ്ങളെടുത്ത് പ്രവചിക്കാവുന്നതിനെ പ്രവചിച്ച് മനുഷ്യരെ മാറ്റി താമസിപ്പിച്ച് അവർക്ക് സുരക്ഷ നൽകി കൊടുക്കാനുള്ള ഒരു ശക്തിയും വിവേകവും സന്നദ്ധതയും തയ്യാറെടുപ്പും ഒക്കെ നമുക്ക് വേണം. ജപ്പാൻ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ ഒരപകടത്തിൽപ്പെട്ട ആൾമരണം ഒരിക്കലും ഉണ്ടാവുന്നില്ല. അടുത്ത കാലത്ത് ഉത്തരാഖണ്ഡിലുണ്ടായ ആൾക്കാർ എത്ര നഷ്ടപ്പെട്ടു എന്ന് കണക്ക് വരെ എടുക്കാൻ കേന്ദ്ര സർക്കാർ വരെ ഇവിടെ പരിശ്രമിച്ചിട്ടില്ല. ഒരു ദേശീയ വിപത്തായി അതിനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പം ഈ ഭൂമി എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. ഞാൻ എന്തിനാണ് അത് പറയണത്? ഹിമാലയവും സമുദ്രവും ഇതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിലുള്ളതായ ഈ ഭൂപ്രദേശത്തിൽ നമ്മൾ പരസ്പരം അയൽരാജാക്കന്മാർ തമ്മിൽ ചക്രവർത്തി പദം കിട്ടണമെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തതൊഴികെ നമ്മൾ പുറത്ത് ഒരു കാലത്തും പടവെട്ടി ശീലിച്ചിട്ടില്ല. ഭാരതത്തിന് വേണ്ടത്ര മഹിമകളുണ്ട്. നമ്മുടെ അതിർത്തികൾ ഏതൊക്കെയാണ്, അതിൽപ്പെട്ട പർവ്വതങ്ങൾ ഏതാ, സമുദ്രങ്ങൾ ഏതാ, നദികൾ ഏതാ എന്നിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു വിവരണം എന്ന് പറയുമ്പോൾ എന്താ വിവരിക്കാൻ പോണത്? മഹാഭാരത യുദ്ധം. അത് തുടങ്ങിയിട്ടില്ല, ഇനി കുറേ കൂടി സമയമുണ്ട്. മുൻകൂട്ടി തന്നെ വന്നു, പടയൊരുക്കി, 2 കൂട്ടരും അവിടെ തമ്പടിച്ചു, അവിടെ താവളങ്ങളൊക്കെ ഉണ്ടാക്കി, അതിനുള്ള ഭൂമിയൊക്കെ അളന്ന് തിരിച്ച് എല്ലാവർക്കും അടയാളവും പട്ടവും കിട്ടവും ഒക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. യുദ്ധം തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കുമാണ് വേദവ്യാസ മഹർഷിയുടെ എഴുന്നള്ളപ്പ്. വ്യാസദേവൻ എഴുന്നള്ളി മകന് ദിവ്യദൃഷ്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, സഞ്ജയനാവാം എന്നും പറഞ്ഞ് സഞ്ജയന് കൊടുത്ത് ഉടനെ സഞ്ജയൻ വിവരണം തുടങ്ങണം. അപ്പോൾ എവിടുന്നാ വിവരണം തുടങ്ങുക? യുദ്ധം തുടങ്ങിയിട്ടില്ല. അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കലും പറയലുമായി, എന്താ നമ്മുടെ ഈ രാജ്യം വിശേഷപ്പെട്ടതാണോ? എന്താണ് ഇതിൻ്റെ വിശേഷം? ഒരു രാജ്യം വിശേഷപ്പെട്ടതാവണമെങ്കിൽ അതിൽ എന്തൊക്കെ വേണം? പർവ്വതങ്ങൾ വേണം. ആ പർവ്വതം പല വിധത്തിലുള്ള രത്നങ്ങളും വൃക്ഷങ്ങളും വിഭവ സമ്പത്തുകൾ പലതും അതിലുണ്ടാവണം. ആ പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകുന്ന നദികൾ വേണം. ആ നദികൾക്ക് എത്രത്തോളം ദീർഘമുണ്ടോ വിസ്താരമുണ്ടോ അതിൽ ജലശേഖരമുണ്ടോ അത്രത്തോളം വിശേഷപ്പെട്ടതാണ്. നദീതടങ്ങളിൽ മാത്രമേ ജനങ്ങൾക്ക് ദീർഘകാലം വസിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാരതത്തിലുള്ള സംസ്കാരം മുഴുവനും തട്ടിത്തഴച്ച് വളർന്ന് പന്തലിച്ചത് ഗംഗാനദീ തീരത്തിലാണ്. വേനൽക്കാലത്തും വർഷക്കാലത്തും ഒരുപോലെ വെള്ളമാണതിന്. മഞ്ഞുരുകിയ വെള്ളമാണ് വേനൽക്കാലത്ത്. അപ്പോൾ ഹിമാലയം എന്നൊരു ആലയം ഉണ്ടാവാൻ തന്നെ, ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ആ മഞ്ഞിന് പാർപ്പിടമോ ഇരിപ്പിടമോ ആയിട്ടുള്ളതിനാലാണ് ഹിമാലയം എന്നുള്ളൊരു പേര് വന്നത്. എത്ര രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള ഹിമാലയങ്ങളുണ്ട്? നമുക്ക് മാത്രം ഒരെണ്ണം ഉണ്ട്. അതിലുള്ള മഞ്ഞ് ഉരുകി 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 ഇപ്പോൾ ക്രമത്തിലധികം ഉരുകി എന്നൊക്കെയാണ് പറയണത്. ആരായി ഉരുക്കണത്? പ്രകൃതിയല്ല, മനുഷ്യൻ്റെ ദുർബുദ്ധി, മനുഷ്യൻ്റെ അവിവേകം. പ്രകൃതിയെ തന്നെ നശിപ്പിക്കുമാറുള്ള ഒരു സഭ്യത സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കുക. പക്ഷേ ഭാരതീയരങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ആ അതിർത്തികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ധരിപ്പിക്കുകയാണ് ആര്? സഞ്ജയൻ. നമ്മുടെ ഭാരതത്തിന് ഭാരതവർഷം എന്നാണ് പേര്. ഈ വർഷശബ്ദത്തിന് വലിയ അർത്ഥമാണ്. സഞ്ജയനോട് ചോദിക്കുമ്പോൾ പറയുകയാണ് സഞ്ജയൻ, ജംബൂദ്വീപം ജംബൂദ്വീപം എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ സഞ്ജയ. പഴയ കാലം മുതൽക്കുള്ള പരാമർശമാണ്. അതുപോലെ ഭാരതവർഷം എന്നും പറയാറുണ്ട്. ഇന്ത്യ ഇന്ത്യ എന്നൊന്നുമല്ല നമ്മൾ പറയാറുള്ളത്. ജംബൂദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹോ ദക്ഷിണേ പാർശ്വേ എന്നിങ്ങനെ സങ്കല്പത്തിലും കൂടി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് മുമ്പും പറയുണ്ടായി. അപ്പോൾ ഈ ജംബൂദ്വീപവും ഭാരതവർഷവും എന്താണെന്ന് ഒന്ന് വിവരിച്ചു തരൂ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിവരണം ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയുടെ വിവരണമാണ് ചോദിക്കുക. ആ ഭൂമി എത്രത്തോളം വിശേഷപ്പെട്ടതാണെന്നൊന്ന് മനസ്സിലാക്കണം നമ്മൾ. കാര്യം, നമ്മൾ വായു ശ്വസിക്കുന്നുണ്ട്. പക്ഷെ വായു ശ്വസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അതിർത്തിയും അതിൻ്റെ ഉദ്ഭവം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല.
പിന്നെ സൂര്യൻ ചന്ദ്രൻ കിരണങ്ങളൊക്കെയാണ്, വെള്ളമാണ്. ഭൂമിയിൽ 3/4 ഭാഗം വെള്ളമാണല്ലോ. ആ സമുദ്രത്തിൽ ആണ്ടിറങ്ങി ചെന്ന് അതിനെ തപ്പിപ്പിടിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഭൂമിയെ കാണാനും അധിവസിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് പറ്റും. അപ്പോൾ സഞ്ജയൻ അപേക്ഷ പ്രകാരം വിവരിക്കുകയാണ്, ജംബൂദ്വീപ് എന്ന് പറയുന്ന ദ്വീപിൽ എല്ലാം കൂടി 6 പർവ്വതങ്ങളും 6 വർഷങ്ങളുമാണ്. ഏതൊക്കെയാണ് പർവ്വതങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ സഞ്ജയന് പറയാനുള്ളത്, ആദ്യമായിട്ട് ഹിമവാൻ, അത് കഴിഞ്ഞാലോ ഹേമകൂടം, പിന്നെ വരുന്നതാണ് നിഷധം, അതിനുശേഷം നീലം, പിന്നെ ശ്വേതം, അത് കഴിഞ്ഞാൽ ശൃംഗവാൻ. ഇങ്ങനെ 6 പർവ്വതങ്ങളാണത്രേ ജംബൂദ്വീപിൽ. ഹിമവാൻ, ഹേമകൂടം, നിഷധം, നീലം, ശ്വേതം, ശൃംഗവാൻ. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനവാസങ്ങളായിട്ടുള്ള വർഷങ്ങളുണ്ട്. ആ വർഷങ്ങളിൽ പെട്ടതാണ് ഭാരതവർഷം. ബാക്കിയുള്ളതൊക്കെയോ ഹേമകൂടത്തിന് വടക്കാണ് ഹരിവർഷം. ആദ്യം പറഞ്ഞത് എന്താ? ഹേമകൂടം, ഹിമവാൻ. അപ്പോൾ ഹേമകൂടത്തിന് വടക്ക് ഭാഗത്തുള്ളത് ഹരിവർഷം. ഹരിവർഷത്തിന് വടക്കുള്ളതാണ് നിഷധപർവ്വതം. നിഷധത്തിന് വടക്കും നീലത്തിന് തെക്കുമാണ് ഇലാവൃത വർഷം. നിഷധത്തിന് വടക്കും നീലത്തിന് തെക്കുമാണത്. നീല നിഷധങ്ങൾക്ക് ഇടയിലാണ് മാല്യവാൻ, ഗന്ധമാദനൻ എന്ന് പറയുന്ന പർവ്വതങ്ങൾ. ഈ 4 എണ്ണത്തിനും മധ്യത്തിലാണത്രേ മേരുപർവ്വതം. മേരുവിന് തെക്കാണ് ഭാരതവർഷം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് വരെ ഓർമ്മ വയ്ക്കേണ്ട കാര്യങ്ങളാണ്. എന്തിനാ ഇങ്ങനെ പലതും ഓരോ വിവരണം വരുമ്പോൾ പറയണത് എന്തിനാണെന്നറിയോ? ഓർമ്മശക്തി വർദ്ധിക്കാനാണ്. ഓർമ്മശക്തി എങ്ങനെയാണ് വർദ്ധിക്കുക? ഓർമ്മ വയ്ക്കാൻ വകുപ്പ് കൊടുക്കണം, വിഭവം കൊടുക്കണം. അപ്പോൾ ഭാരതവർഷം എന്ന് പറഞ്ഞു. ഭാരതവർഷം ഒന്നൊന്നുമല്ല, നമുക്ക് എല്ലാം കൂടി 6 വർഷങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഭാരതവർഷം. ബാക്കിയുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണ്ടേ? അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പർവ്വതങ്ങൾ എത്രയുണ്ട്, വർഷങ്ങൾ എത്രയുണ്ട് എന്ന് ആലോചിച്ച് എണ്ണിക്കണക്കാക്കി പെരുക്കപ്പെട്ടിക പഠിക്കുന്നത് പോലെ ഓർമ്മ വെച്ച് വരുമ്പോൾ നമ്മുടെ തലച്ചോറിന് വ്യായാമമായി, ഓർമ്മശക്തി വർദ്ധിച്ചു. നമുക്ക് വയസ്സാവുമ്പോൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോണത് എന്താ? ഓർമ്മയാ. ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് വരാതെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടത് ഓർമ്മ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് ആ ഓർമ്മയെ പുതുക്കി പരിരക്ഷിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഹിമവാൻ, ഹേമകൂടം, നിഷധം, നീലം, ശ്വേതം, ശൃംഗവാൻ എന്ന് പറയുന്ന 6 പർവ്വതങ്ങൾ. ആ 6 പർവ്വതങ്ങളിലാണ് ഹരിവർഷം, നിഷധപർവം, ഇലാവൃത വർഷം, മാല്യവാൻ, ഗന്ധമാന പർവ്വതങ്ങൾ, മേരുപർവ്വതം, ഭാരതവർഷം അവസാനം.